الحمد لله. السلام عليكم ورحمة الله وبركاته. الحمد لله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله ربنا زدنا علما. അൽഹംദുലില്ലാ നൂറുൽ ഖുർആൻ അക്കാദമിയുടെ 26 നടക്കുന്ന വെബിനാർ സെഷൻ അല്ലേ? അതിലാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉള്ളത്. ഇറ്റ്സ് മീ ഷാഹിന അബ്ദുള്ള. ഇതിൽ നമ്മുടെ നൂറുൽ ഖുർആൻ അക്കാദമിയിലത്തെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സും അതുപോലെ പുറത്തു നിന്നുള്ള സ്ത്രീകളും ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുരുഷന്മാരാരെങ്കിലും ഇപ്പോൾ ലൈവിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് ലീവ് ചെയ്യേണ്ടതാണ്. അൽഹംദുലില്ലാ. ഇപ്പൊ അദബിന്റെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അദബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഒരു ദിവസമോ അല്ല, നമ്മൾ എത്രയോ വർഷക്കാലം അതിനു വേണ്ടി പ്രയത്നിച്ച് കിട്ടുന്നതാണല്ലേ ഉണ്ടായി തീരാന്നുള്ളത്. അൽഹംദുലില്ലാ. നമ്മൾ അതിന്റെ ഒരു ഭാഗത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇൽമെടുക്കുന്ന സിസ്റ്റേഴ്സ് ആണ്. ഓരോ ആളുകളും ഇൽമെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നൂറുൽ ഖുർആൻ അക്കാദമിയുടെ ഈ ഒരു മജ്‌ലിസിൽ വന്ന് ചേർന്നിട്ടുള്ളത് അല്ലെ. അൽഹംദുലില്ലാ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ഓരോ കോഴ്സുകളിലും ഓരോ തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഓരോ വിഭാഗം എന്ന് പറയുമ്പോൾ പല രീതികളില് പല ശൈലികളില് ഒക്കെ ജീവിച്ച് ജീവിതം നമ്മള് ഒരാള് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരാള് വിചാരിക്കുന്ന രീതിയിലാവില്ല മറ്റൊരാളുടെ ജീവിതം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനവധി സഹോദരിമാരാണ് നമ്മൾ ഓരോ ക്ലാസ് മുറികളിലായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു മജ്‌ലിസിൽ വന്നപ്പോഴാണ് നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന പലവരെയും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയോ പ്രത്യേകതകള് ഒരു പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് മാത്രം നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ, നമുക്ക് നമുക്ക് ആശയങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങളെല്ലാതും ഒന്നുകൂടി വ്യക്തത വരുത്താനൊക്കെ വേണ്ടി മാത്രമായിട്ട് ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല ആളുകൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് മനസ്സിലാക്കണം. സൗണ്ട് കുറവാണോ? ഓക്കെ. സൗണ്ട് കുറവുണ്ടോ? ഇപ്പോഴും സൗണ്ട് കുറവാണോ? കേൾക്കണ്ടോ? സൗണ്ട് കുറവാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മള് ഓരോ സാഹചര്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോയോണ്ടിരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ അക്കാഡമിയില് ഇപ്പൊ ഓരോ ക്ലാസ്സുകൾ നമ്മൾ ജോയിൻ ചെയ്തു, അത് പഠിച്ചു മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മഹിമയുടെ ചില പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ വിഷമങ്ങളായിരുന്നു കൂടുതൽ, എനിക്ക് എന്റെ കുറേ കാര്യങ്ങള് വീണ് കിടക്കുകയാണ്. എനിക്ക് മുന്നോട്ട് പോവാനുള്ള പ്രയാസം നല്ലോണം ഉണ്ട്. എനിക്ക് ഈ പഠനം പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പല രീതികളിലേക്ക് ചിന്തിച്ചു തുടങ്ങാൻ പോകും. അപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ആളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ അയാള് എന്നെക്കാളും മോശം അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ സഹിച്ച് ഒരുപാട് പ്രയാസത്തിലൂടെയാണ് അതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിന്നും ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണത്? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രം നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും മുന്നോട്ട് ഓടാനുള്ള ഊർജവും ശക്തിയും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് വരുന്നതോട് കൂടെ നമ്മൾ എന്തായി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെക്കാളും താഴെയുള്ള ആളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നമ്മളെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ നമ്മള് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കുറവുകളുണ്ട്. നമുക്കൊക്കെ അറിയാം. നമ്മള് ജീവിതത്തില് രഹസ്യമായും പരസ്യമായിട്ടും രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് നമ്മളിങ്ങനെ
അതായത് രഹസ്യമായിട്ട് നമ്മള് ഒരുപാട് കാര്യങ്ങള് കൊണ്ടുപോയാലും അതില് ഒരു വൃത്തിയും വെടിപ്പൊന്നും ഇല്യാന്ന് വിചാരിച്ചു. അതൊക്കെ കുറച്ച് കഴിഞ്ഞാ പുറത്തൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് മുറികളില് നിങ്ങള് പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, നിങ്ങള് മറ്റൊരു മനുഷ്യനോട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനവധി തവണ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇതൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നമ്മള് പെരുമാറണം, അങ്ങനെ പെരുമാറണം. അപ്പൊ എന്താണ് ഈ അദബ് എന്ന് പറഞ്ഞാല്? എങ്ങനെയാണ് നമ്മള് അദബ് പാലിക്കുക? അല്ലെ? എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാല്? ഇതൊക്കെ ഇപ്പഴും നമ്മള് എത്ര ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലവരിലും വന്നു പോണ തെറ്റുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇപ്പോ അമാനത്തിന്റെ വിഷയത്തിലേക്ക് ആദ്യം കടക്കാണ്. നമ്മള് ഒരു ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ 2 തരത്തിലുള്ള അമാനത്തുണ്ട് ല്ലേ? അമാനത്ത് പറഞ്ഞാ ഒരു വിശ്വാസ ഉടമ്പടി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഏഹ്, ഒരു വ്യക്തിയും അവന്റെ റബ്ബും തമ്മിലുള്ള അമാനത്തുണ്ട്. അതെന്താണ്? ഇൻഡിവിജ്വൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയും നമുക്ക്. നമ്മൾ ഓരോ ആളുകളും നിർവഹിക്കേണ്ടതായിട്ടുള്ള ചില കടമകള്. അത് ആരോടായിട്ട്? അള്ളാഹുവിനോടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇതെങ്ങനെയൊക്കെ ആയിരിക്കും? നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ എന്തൊക്കെ ആയിരിക്കും? നമുക്ക് മാത്രം ചെയ്താലേ നമ്മള് തന്നെ ചെയ്താലേ അതിന്റെ റിവാർഡ് കിട്ടുള്ളൂ. വേറെ ആർക്കും ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒന്ന് നമ്മളുടെ നമസ്കാരം ഉണ്ടല്ലേ? എനിക്ക് പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ ളുഹർ നമസ്കരിച്ചിട്ടില്ല. എന്റെ നിസ്കാരം ഒന്ന് അനിയത്തി നിസ്കരിക്കോ, അല്ലെങ്കിൽ എന്റെ നമസ്കാരം ഒന്ന് ഉമ്മാക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല അല്ലേ? അങ്ങനെ നമ്മള് അള്ളാഹുവുമായിട്ട് മാത്രമുള്ള ല് അള്ളാഹുമായിട്ട് നമ്മളുള്ള കരാറുകൾ അല്ലേ? അതാണ് നമ്മള് അമാനത്തിലെ ഒന്നാമത്തെ വിഭാഗം. അല്ലെങ്കില് അള്ളാഹുവും ആ വ്യക്തിയും തമ്മിലുള്ള അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മൾ ഓരോ ആളുകളും നിർവഹിച്ചാലേ അതിന്റെ റിവാർഡ് നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ റിവാർഡ് കിട്ടും. അള്ളാഹു റഹീമാണെന്ന് നമ്മൾ പഠിച്ചല്ലേ? അൽഹംദുലില്ലാ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു ആരാണ്? റഹ്മാനുമാണ്, അള്ളാഹു റഹീമുമാണെന്ന് മനസ്സിലാക്കി. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ ആ സിഫത്ത് അല്ലെ റഹ്മാൻ എന്ന സിഫത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായി ഇവിടുന്ന് തന്നെ ജീവിക്കാനുള്ള എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ടല്ലേ. നമ്മൾ ഒന്നുമില്ലാത്തൊരു ശൂന്യതയിൽ നിന്ന് കടന്നു വന്ന ആളുകളല്ലേ നമ്മളെല്ലാം അല്ലെ. ഒരു സ്രവത്തിൽ നിന്നുമാണ് നമ്മൾ ഓരോരുത്തരും ജന്മം എടുത്തിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അള്ളാഹു അവന്റെ അടിമകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു പരിപാലിച്ചിട്ടുണ്ട്. ഇത്രയും അധികം നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ട എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മളുടെ ഒരു അധീനതയിൽ വരുന്ന കാര്യായിരുന്നില്ല. നമ്മുടെ ഷെൽട്ടർ ആവട്ടെ, നമ്മുടെ വസ്ത്രം ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ സൊസൈറ്റിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾ അല്ലേ? നല്ല കാര്യങ്ങള് എല്ലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി വീണ്ടും വീണ്ടും നമ്മൾക്ക് വേണ്ടിയിട്ട് പടിപടിയായിട്ട് നമ്മള് ജീവിക്കാൻ വേണ്ടി അല്ലാഹു തന്നിരിക്കുകയാണ്. അപ്പൊ പലരും ഇതെന്ത് ചെയ്യുന്നില്ല, ആ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ എന്താണോ ഇല്ലാത്തത് അതിനെ ഫോക്കസ് ചെയ്യും. അപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിത്തുടങ്ങുക അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മള് ഈ ഒരു ഭൂമിയിൽ വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ നമ്മള് പ്രവർത്തിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാം തരുന്നുണ്ട്. നമുക്കറിയാം. നമ്മള് ചോദിക്കാതെ തന്നെ ആഹാരം അല്ലെ നല്ല വിശന്നിരിക്കുന്ന സമയം ജീവിതത്തിൽ ഓരോരുത്തർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സാഹചര്യത്തിൽ ആരേലും കടന്നു വന്ന് ഭക്ഷണം തന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും നോമ്പ് കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കില് വസ്ത്രത്തിന്റെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ കാര്യം വല്ലാതെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കും. ഒരാളുടെ നിന്ന് നമുക്ക് സഹായം കിട്ടുക. അങ്ങനെ നമ്മൾ എപ്പോഴാണോ വിഷമിച്ചിരിക്കുന്നത് ആ സമയമൊക്കെ തവക്കലുള്ള ഒരാൾക്ക് അത് അങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹു സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ലേ എന്നുള്ള തിരിച്ചറിവ് വരാത്തത്. നമ്മൾ നമ്മുടെ റബ്ബിനെ ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം അല്ലെ? ഒരുപാട് അറിയുന്ന ആളുകളോടാണ് നമുക്ക് കൂടുതൽ അടുപ്പുണ്ടാവുക അല്ലെ? കൂടുതൽ അയാൾ എന്ത് ചെയ്യണം അതൊക്കെ എനിക്കറിയാം. അയാൾ ഇപ്പൊ ഇന്ന സമയത്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നതാവും ചെയ്യണ്ടാവുക. ഒക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റിയത്? കൂടുതൽ അയാളായിട്ടുള്ള അടുപ്പം കൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റിയത് അല്ലെ? അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ നമ്മൾ അടുക്കുമ്പോ കൂടുതല് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോടും തിരിച്ച് അതേപോലെ തന്നെയാണ് റബ്ബ് ഇള്ളതെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഇതേപോലെ റഹ്മാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നമുക്കെല്ലാം നൽകുമ്പോ
ആയിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് എല്ലാവരും ഉഖ്റവി ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ട്. നമ്മളിപ്പോ അത് പ്രതീക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും പരലോക ജീവിതം നന്നാക്കണമെന്ന ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇഹലോകത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണമെന്നും ചിട്ടയോടെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അടിമയാവുക അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ? അപ്പോഴാണ് കൃത്യമായിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. കാരണം എല്ലാതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഓരോ ആളുകളും നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മളോട് ഒരു കെയറിങ്ങും തരാതെ കാര്യങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ അതിനൊക്കെ വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സമയല്ലേ. ഇപ്പൊ ചിലപ്പോ നമ്മള് അറിയാതെ നമ്മള് എന്തെങ്കിലും പ്രയാസങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ കണ്ണുനീരിറ്റ് വീഴുമ്പോ ചിലപ്പോ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോ നമ്മളെ നോക്കണമെന്നോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും നമ്മളെ പരിപാലിക്കും നമ്മള് പ്രതീക്ഷിക്കുന്ന ദുനിയാവിലെ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരാളുണ്ടാവും അല്ലെ? ഒന്നോ ഒരുപാട് ആളുകള്. അവര് നമ്മളെ ശ്രദ്ധിക്കാതെ പോയൊരു നിമിഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് അതിന്റെ റിവാർഡ് തരുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ റബ്ബ് നമുക്ക് റിവാർഡ് തരുന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് എന്തായി മാറുന്നത്? നമുക്ക് ഇവിടുന്ന് കാര്യങ്ങള് അതിന്റെ ശരിയായ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? പൂർണ്ണമായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ദൃഢവിശ്വാസത്തോടു കൂടെ ആ കാര്യങ്ങൾ ചെയ്യാൻ എന്റെ റബ്ബ് എനിക്കുണ്ട്. എന്തൊക്കെ ഭൂമിയിൽ സംഭവിച്ചാലും എന്റെ റബ്ബ് എനിക്കുണ്ട്. അത് നമ്മൾ ഉറപ്പിച്ച് എന്നാണ് വിശ്വസിച്ചു തുടങ്ങുന്നത് മുതൽ നമ്മുടെ പ്രയാസങ്ങളായിക്കോട്ടെ, ഒന്നും എല്ലാതും ഒരു എന്തോ ഒരു കനം കുറഞ്ഞ പോലെ, ഭാരം കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. പകരം നമ്മള് നമ്മുടെ അനുഗ്രഹങ്ങളൊന്നും കാണാൻ ശ്രമിക്കുന്നില്ല. എനിക്കെന്റെ കൈകാലുകൾ ചലിക്കാനും, എനിക്കെന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് തന്നിട്ടുണ്ടല്ലേ. ആ ഇൽമിനെ ഞാൻ ശരിയായ രീതിയില് എവിടെ എവിടെ എക്സിക്യൂട്ട് ചെയ്യണം, എവിടൊക്കെ കൊണ്ടുപോണം, ആ ഇൽമിനെ ഞാൻ എങ്ങനെ കൊടുത്താലാണ് അതെനിക്ക് ശരിയായ രീതിയിൽ ഏത് രീതിയിലാണ് ഇൽമിനെ ഞാൻ ഉപകാരപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാല്, നമ്മള് പോലും അറിയാതെ ഈ ദുനിയാവിനെ നമുക്ക് വളരെ ലളിതമായിട്ട്, ഈ ദുനിയാവിലെ ജീവിതം തന്നെ വളരെ ലഘുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ദുനിയാവിലെ ഈ കാര്യം കാണുന്നതൊക്കെ അള്ളാഹുവിന്റെ എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് അല്ലേ? റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും കൗണ്ട് ചെയ്യാനായി പറ്റില്ലല്ലോ എന്നുള്ള ധാരണയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മളിലേക്ക് നോക്കുമ്പോ തന്നെ വലിയ മഹാത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇൽമെടുക്കുന്ന സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം എന്തായിരിക്കണം? ഉപകാരമുള്ള ആൾക്കാരായി മാറണം. വാക്ക് കൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, നോട്ടം കൊണ്ടായിക്കോട്ടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഒരുപാട് ചി ചിട്ടകൾ അല്ലേ? നമുക്ക് ഏതൊക്കെ രീതികളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് നിന്ന മാതൃക എന്നല്ലേ ശരിയായിട്ടുള്ള ഒരു ചിട്ട നമുക്കതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പലരും അതൊന്നും വായിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ശരിക്കുള്ള ഡയറക്ഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ടില്ല. എങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ധാരണ ചില സമയത്ത് കിട്ടുന്നില്ല. പല ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് ഇന്ന പ്രയാസാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനുള്ള ഒരു കീവേഡ് ആയിട്ടുള്ള നമുക്കതിന്റെ ഉത്തരമായിട്ട് വിശുദ്ധ ഖുർആനിൽ ശരിയായിട്ടുള്ള രീതിയില് അത് എഴുതിപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെന്നെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കുമ്പഴാണോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പഴാണോ കൂടുതൽ ആശ്വാസം കിട്ടാന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിന്റെ ഉത്തരം കിട്ടി അല്ലേ? തഖ്വയോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളോടെ സംബന്ധിച്ച് അയാൾ എന്തായിരിക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ എന്തെന്നില്ലാത്തൊരു സമാധാനം അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കാണാം. നമ്മള് ചിലപ്പോ കരയുന്നുണ്ടാവും അല്ലേ? ചിലരുടെ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞ് അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കി കരയുന്നവര്. ചിലർ ഉള്ളിലൊരു വേദനയാണല്ലേ? എന്തോ ഒരു വേദന. ആ ഒരു ഖുർആനിന്റെ വചനങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മളറിയാതെ നമ്മുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരിക്കും ല്ലേ? അപ്പോ നമുക്ക് നമ്മളോട് പറയണെന്ന ഭാഷ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ അതിൽ മുഴുകിപ്പോയിട്ട് വേറൊരു ലോകത്തേക്ക് അല്ലെ അള്ളാഹു അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അൽഹംദുലില്ലാ എന്തുകൊണ്ടാണ് നമുക്കതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഹൃദയം നമ്മളെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് പോലെ ആക്കി മാറ്റുന്നതുകൊണ്ടാണ്. നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പോ നമ്മളിപ്പോ ഈ അക്കാഡമിയിൽ ഓരോരുത്തരും വന്നിട്ടുള്ളത് ഇതില് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സിസ്റ്റേഴ്സും ഞാനടക്കം നമ്മളെല്ലാവരും ഇൽമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൽമ എടുക്കുന്ന സമയത്ത് അദബിന്റെ പ്രാധാന്യം ആ ക്ലാസ്സില് നമ്മളിങ്ങനെ ആമുഖായിട്ട് പറയാറുണ്ട്. ഒത്തിരി പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതന്നെയാണ് പറയാൻ പോണതല്ലേ. അപ്പൊ അദബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ആദ്യം ഇൽമെടുക്കുന്നവനിക്ക് എന്താണ്?
ഇൽമ എടുക്കുന്നതിന് മുമ്പ് അയാൾ കരസ്ഥമാക്കേണ്ട ഒരു സംഭവമാണ് അദബ് എന്ന് പറഞ്ഞാല്. ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഡിഗ്രി ഉണ്ടാവും. അത് അയാൾക്ക് ദുന്യവിയായിട്ടുള്ള ഒരുപാട് ഇൽമ അയാൾ എടുത്തിട്ടുണ്ടാവും. പല പ്രൊഫഷണലി ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് പെരുമാറാൻ അറിയില്ല. അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. ചെറിയ കുട്ടികളോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയില്ല. വലിയ ആളുകളോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയില്ല. എന്തോ ഒരു ശൂന്യത അല്ലെ? അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ എങ്ങനെ പറ്റും? അവരതിന് സ്റ്റക്കാണ്. ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന അറിയില്ല. അപ്പൊ അദബിന്റെ പ്രാധാന്യം അവിടെ മുതൽ തുടങ്ങാണ്. നമ്മള് എന്തൊരു കാര്യം ചെയ്യുമ്പഴും ഒരു മുസ്ലിം നമ്മൾക്ക് എന്ത് ചെയ്തിരിക്കണം? അതിന് ഒരു അദബ് കീപ്പ് ചെയ്തിരിക്കണം. അത് ഇൽമിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പഴും അതിന് എന്തുണ്ടായിരിക്കണം? അദബ് ഉണ്ടായിരിക്കണം. പക്ഷെ അദബ് നമ്മൾ എവിടുന്ന് മുതലാ പഠിച്ചു തുടങ്ങുന്നത്? ക്ലാസ് മുറികളിൽ നിന്നാണോ ആദ്യം അദബ് പഠിച്ചു തുടങ്ങുന്നത്? അല്ല. ഒരു ആ കുഞ്ഞിനെ അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞ് കിടക്കുന്ന സമയം മുതലേ ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു ചലനം അല്ലെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്തുണ്ട് എന്റെ കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഉം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എവിടെ മുതല് പഠിപ്പിക്കേണ്ട കാര്യായി മാറി. അദബ് എന്ന് പറഞ്ഞാ സ്റ്റാർട്ടിങ്ങിൽ വരേണ്ട കാര്യങ്ങളാണല്ലേ? നമ്മൾ അതൊന്നും എടുക്കാണ്ട് ഇങ്ങനെ കുറേ മുന്നോട്ട് പോകും. എന്നിട്ട് നമുക്ക് മറ്റുള്ളവര് ഇൻഫ്ലുവൻസ് ആവും. ഓ! അയാൾ എങ്ങനെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണത്? അയാൾ എങ്ങനെ ഇങ്ങനെയൊക്കെ ക്ഷമിക്കണത്? അയാൾ എങ്ങനെ അതൊന്നും ഒരു ദിവസം കൊണ്ട് വന്ന ഒരു കാര്യല്ല. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അറിവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്വേഷിച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല അറിവ് കിട്ടാ. ക്ഷമ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഒരുപാട് ക്ഷമിച്ചിട്ടാ നമുക്ക് ക്ഷമ കിട്ടാ. അത് അതിന്റെ പ്രത്യേകതയല്ലേ? നമുക്ക് ക്ഷമിക്കാത്ത ഒരാളോട് പോയിട്ട് നമുക്ക് ക്ഷമനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അറിവില്ലാത്ത ഒരാളോട് കുറിച്ചിട്ട് അറിവിനെ പറ്റുമോ? ഇൽമെടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇൽമിന്റെ വാല്യൂ അറിയുള്ളൂ അല്ലേ? അപ്പോ അറിവെന്ന് പറഞ്ഞാൽ പരിശ്രമിച്ച് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് അല്ലെ? ക്ഷമയോടുകൂടെ മര്യാദ പിൻപറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ് ക്ഷമ എന്ന് പറഞ്ഞാ. ചില ആളുകൾ അത് ജനനത്തോട് കൂടെ അല്ലെ ജീവിതത്തിൽ ഉടനീളം അതെപ്പോഴാണ് ആ മദർ അല്ലെ ആ പാരന്റിന്റെ ആ ഒരു കെയറിങ്ങില് ആ പാരന്റ് എത്രത്തോളം ആണോ ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്തത് ചെറുപ്പം മുതലേ അതോടുകൂടെ ചില അതവുകളുണ്ട് അല്ലെ. എന്നിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും ആ കഴിഞ്ഞ ഒരു പ്രയാസവുമില്ല. പകരം ചില ആളുകൾക്ക് അടപെടുക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവൂല. അവരുടെ വീട്ടിൽ നിന്ന് സാഹചര്യം കൊണ്ടോ, പല കാര്യങ്ങൾ കൊണ്ടും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അവർക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം, പരിശ്രമിക്കന്നെ ചെയ്യണം. പരിശ്രമിച്ചല്ലാതെ നമുക്ക് ശരിയായിട്ടുള്ള അതപെടുക്കാൻ പറ്റൂല. ആ അപ്പൊ നമ്മള് എൽമെടുക്കുന്ന സിസ്റ്റേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു നിയ്യത്തോടു കൂടെ വന്നിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. നല്ലൊരു നിയ്യത്ത് വേണം. ഞാന് പഠിക്കുക ഈ എൽമെടുക്കുക എന്നുള്ളത് ഖുർആനിനെ മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ ശരിയായ രീതിയിൽ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ അറിയുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയുന്ന വ്യക്തികൾക്ക് എന്ത് വേണം? എല്ലാ ശുദ്ധിയായിട്ടുള്ള മനസ്സ് വേണം അല്ലെ. ശുദ്ധിയില്ലാത്തൊരു മനസ്സിലും അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിനെ കുറിച്ച് നിൽക്കൂല. നമുക്ക് ഒന്നും ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അദബിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ അദബ് എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അത് പ്രാവർത്തി മാത്രമാണ് ഇൽമിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉം. അപ്പൊ നിങ്ങൾ ഓരോ ആളുകളും ഇൽമെടുക്കുന്ന സിസ്റ്റേഴ്സ് ആണ്. ഇൽമെടുക്കുന്ന സിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾക്ക് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ക്ലാസ് മുറികളിലോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിപ്പോ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതൊരു ക്ലാസ് മുറി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മജ്‌ലിസിൽ നമുക്ക് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടേണ്ടി വരും. മുഅല്ലിമമാരെ കണ്ടുമുട്ടേണ്ടി വരും. കോർഡിനേറ്റേഴ്സ് അങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് ആളുകള്. പോരാ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത ചിലപ്പോ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അപ്പോ അവരുടെ കാര്യത്തിലും നമുക്കൊരു തീരുമാനം വരുത്തിയിട്ടേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ ഇടയിൽ നമ്മളൊരു ഏതൊരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് അദബ് ഏത് രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെയാണ് അതിനെ നമ്മൾ കൊടുക്കേണ്ടത്, ആ കൊടുക്കണ പോലെ കൊടുത്താലേ നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അദബിനെ കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഏതൊരു പണ്ഡിത നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? അദബായിരുന്നു. ഇൽമിന് മുമ്പ് വർഷക്കാലം അല്ലെ എത്രയോ വർഷക്കാലം അവർ അദബ് എടുത്തിട്ടാണ് അദബിന്റെ പാഠം അല്ലെങ്കിൽ അദബ് എടുത്തത് അവര് വന്നിട്ട് ഇൽമെടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇൽമെടുക്കുന്നതിനേക്കാളും കൂടുതൽ അവർ സമയം എന്തിനാ കണ്ടെത്തിയത്? അദബെടുക്കാനാണ്. അവരെ ബഹുമാനിക്കാനും അവരോട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ പഠിച്ചതിന് ശേഷം അവര് ഇൽമെടുക്കാന്ന് തീരുമാനിച്ചു.
അവസാനിക്കുവോ? ഇല്ല. അതബോട് കൂടെ മാത്രമേ നമുക്ക് ഇൽമ് കരസ്ഥമാക്കാനും, ഇൽമ് നമുക്ക് നിലനിർത്താനും പറ്റുള്ളൂ എന്ന് എല്ലാവരും റിയലൈസ് ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളും എന്ത് ചെയ്തിരിക്കണം? അതിലെ ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കണം. ചില സിസ്റ്റേഴ്സ് കണ്ടിട്ടില്ലേ? ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ക്ലാസ്സിന് ഒരു അദബും കൊടുക്കൂല. അല്ലെ ക്ലാസ്സിൽ മറ്റുള്ളവരെ ഒരു റെസ്പെക്റ്റും കൊടുക്കൂല. എങ്ങനെയാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റാ? നമ്മള് എന്താണ് അല്ലാഹു തന്നിട്ടുള്ളത്. എല്ലാം തികഞ്ഞ ശരീരത്തിന്റെ അവയവങ്ങളല്ലാതെ വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭംഗിയായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ വാല്യൂ ഒന്നും കാണാതെ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ അഹന്ത നടിക്കുകയാണ്. അല്ലെ? പല വിഭാഗം ആളുകളാണ് സ്വന്തം മനസ്സിലുള്ള കിബിറ് കൊണ്ടും അല്ലെ? സ്വന്തം ഞാൻ എന്ന ഭാവം അതൊക്കെ ചമഞ്ഞുകൊണ്ട് പല ആളുകളും ഇൽമിൽ നിന്നും എന്തായി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ അങ്ങനെ പരിചയം ഉണ്ടായിരിക്കും. ഖുർആനിന്റെ ഇൽമ നമ്മൾ കരസ്ഥമാക്കണമെങ്കില് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ റെസ്പെക്റ്റും നമ്മൾ പരസ്പരം കൊടുക്കുമ്പോഴേ നമുക്കും വാല്യൂ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. നമുക്ക് വാല്യൂ ആവുള്ളൂ അല്ലെ? ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട് എപ്പോഴാണ് നമ്മളുടെ സിഗ്നേച്ചർ അല്ലെ? നമ്മുടെ സിഗ്നേച്ചർ മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്? സിഗ്നേച്ചർ ഇപ്പൊ ഒരു ഒരു പുസ്തകത്തിൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും എന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ശ്രദ്ധിക്കോ? ഞാൻ കുത്തിക്കുറിച്ച് വെക്കുവാണ്. അപ്പൊ ആരും എന്റെ സിഗ്നേച്ചർ ഒന്നും ശ്രദ്ധിക്കൂല. അത് കുത്തിക്കുറിച്ചതും വലിയ മൈൻഡൊന്നും ചെയ്യില്ല. പക്ഷെ എന്റെ പൊസിഷൻ മാറി. ഞാൻ നന്നായി പഠിച്ചു. നല്ല ഇൽമ എടുത്തു. സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരാളായി. അറിയപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൽമ അല്ലെ നല്ല രീതിയിലുള്ള ഇൽമൊക്കെ എടുത്തു കഴിഞ്ഞു. നമുക്ക് നല്ലൊരു സ്ഥാനം സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ ഒപ്പിനായാലും നമ്മള് ആ ഒരു സാഹചര്യത്തിനായാലും വാല്യൂ വന്നു അല്ലേ? പിന്നീടാണ് അപ്പൊ ആദ്യം കുത്തിക്കുറിച്ചിരുന്നപ്പോ ആളുകൾ നമ്മളെ അവഗണിച്ചെങ്കില് രണ്ടാമത് നമ്മൾക്കൊരു ക്വാളിറ്റി വന്നതിന് ശേഷം പിന്നീട് നമ്മൾ കുത്തിക്കുറിക്കുമ്പോ ആളുകൾ എനിക്ക് എന്റെ പുസ്തകത്തിലൊന്ന് കുത്തിക്കുറിച്ച് തരോ? അല്ലെങ്കിൽ എന്റെ പുസ്തകത്തിലൊന്ന് ഇതാ അല്ലേ? അതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ? ദുന്യവിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടില്ലേ? ഓട്ടോഗ്രാഫും മറ്റുള്ളതും. എന്തിനാ അതൊക്കെ കളക്ട് ചെയ്യണേ? അതൊക്കെ ആളുകളുടെ വാല്യൂ നോക്കിയിട്ടാണ്. അല്ലെ ആളുകളുടെ പൊസിഷൻ നോക്കിയിട്ട് അത് നമ്മൾ കൊണ്ടോയിട്ട് നീട്ടിയിട്ട് അതില് പോയിട്ട് ഓട്ടോഗ്രാഫിൽ ഒപ്പിടലും അങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ായിക്കോട്ടെ. നമ്മള് നിൽക്കുന്നത് ശരിയായ രീതിയിൽ ഉറച്ചു നിന്നാൽ മാത്രമാണ് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടായിട്ട് മാറുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരെ നമ്മള് നന്നാക്കാൻ പോണേനേക്കാളും എത്രയോ നല്ലതെന്താ? നമ്മള് നമ്മള് സ്വയം തന്നെ നമ്മുടെ തെറ്റുകള് മനസ്സിലാക്കി ശരിയായ രീതിയിൽ അതബോട് കൂടെ നമ്മള് പെരുമാറിക്കഴിഞ്ഞാല് നമ്മക്ക് നമ്മളോട് തന്നെ അത് ശരിയാക്കി കഴിയില്ലല്ലോ. ഒരുപാട് സമയം എടുക്കുമല്ലോ. മറ്റുള്ളവരെ നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡൂസും അവരുടെ കുറവുകളും അതൊക്കെ പരിഹരിക്കണേക്കാളും എത്രയോ നല്ലതാണ് രഹസ്യവും പരസ്യവുമായിട്ട് അറിയുന്ന എന്നെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. എന്നെ തന്നെ എനിക്ക് മാറ്റിയെടുത്തിട്ട് സമൂഹത്തിലേക്ക് നല്ലൊരു ഒരു ഔട്ട്പുട്ട് അല്ലേ? സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാക്കിയിട്ട് എനിക്ക് എന്നെ മാറ്റാൻ എളുപ്പമാണ്. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പമല്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ മജ്‌ലിസിൽ ഇരിക്കണം. ഇപ്പൊ 238 ആളുകളുണ്ട്. 237 പേഴ്സൺസ് ഇപ്പൊ നമ്മുടെ മജ്‌ലിസിലുണ്ട്. എല്ലാവരും അങ്ങട് ഇന്ന് ചിന്തിക്കാൻ പോവാണ്. എന്ത്? ഞാൻ എന്നെ സ്വയം നന്നാക്കാൻ പോവാണ്. ഇനി എനിക്ക് മറ്റുള്ളവരെ നന്നാക്കാനോ, മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാനോ ഒന്നും സമയമില്ല. ഞാൻ എന്റെ ഒരുപാട് ന്യൂനതകളുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എന്താണ് ഹേർട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൽമെടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇനിയും എന്റെ മഅല്ലിമിനോട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴെനിക്ക് തോന്നി അന്ന് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ തെറ്റാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എനിക്കൊന്നുകൂടി ശരിയാക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്നൊരു ദിവസം നമ്മൾ നന്നായി ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഒരു ചിന്തയെ ശരിയാക്കി ഡയറക്ഷൻ കറക്റ്റ് ആക്കിയിട്ട് നമ്മള് സ്വയം അങ്ങട് നന്നാവാൻ വേണ്ടി ശ്രമിച്ചപ്പോ, നമ്മുടെ ചുറ്റുള്ള അപ്പൊ നമ്മുടെ വീട്ടില് മറ്റംഗങ്ങൾ വന്നിട്ട് പറയാ, "നീ എന്താ ഈ സമയത്ത് ഇരുന്നിട്ടാണോ പഠിക്കുന്നത്? നിനക്കെന്താ ഇപ്പൊ വീട്ടില് പണിയില്ലേ? അല്ലെങ്കില് ഇപ്പൊ ഈ സമയത്തല്ലല്ലോ പഠിക്കുന്നത്. മറ്റേ കുട്ടികളെ നോക്കാനില്ലേ? അല്ലെ വീട്ടില് മറ്റ് പരിപാടികളുണ്ടല്ലോ" എന്നൊക്കെ ചോദിക്കുമ്പോ, നമ്മൾക്ക് ആ സാഹചര്യത്തെ എങ്ങനെ ള്ളൊരു അപ്പഴാ ആ ലോജിക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരേണ്ടത് എന്താണ്? ആ സമയത്ത് നമുക്ക് എങ്ങനെ നല്ലം പോലെ പ്രവർത്തിക്കാൻ പറ്റും, അല്ലേ? അവര് പറഞ്ഞ കാര്യം അവർക്കും വിഷമാവരുത്. നമ്മള് പറഞ്ഞ കാര്യം നമ്മള് ചെയ്യാൻ പോണ കാര്യത്തിനും കോട്ടണ്ടാവരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്ഷമ പാലിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ എന്ന് പറഞ്ഞത് നമ്മള് ക്ഷമിച്ച് മാത്രം നേടിയെടുക്കാൻ പറ്റും ക്ഷമിച്ച് മാത്രം നേടിയെടുക്കാൻ അത് ചില ആൾക്കാർക്ക് ജന്മനാല് ഒരു ചെറുപ്പം മുതലേ ആ ഒരു ശീലം വരും. കാരണം എന്റെ പാരന്റ്സ് ഒക്കെ വളരെയധികം ക്ഷമിച്ച് ശീലമുള്ള ആളുകളായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമ എന്നുള്ള ആ ഒരു അദബ് ഞാൻ
പഠിച്ചിട്ടുണ്ട്. ആ അതപോട് കൂടിയാണ് ഞാൻ ഇതുവരെ എല്ലാ ആളുകളോടും പെരുമാറിയത്. അതുകൊണ്ട് എനിക്കെന്താണ് ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ക്ഷമിച്ചിട്ട് നല്ല അതപോട് കൂടെ എനിക്ക് അവരോട് പെരുമാറാൻ വേണ്ടി പറ്റും. അല്ലേ? അപ്പൊ അത് ചില ആളുകൾക്ക് അത് വന്നിട്ടുണ്ടല്ലോ. കാരണം അവരുടെ സാഹചര്യത്തില് അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ, മറ്റുള്ള വ്യക്തികളായിക്കോട്ടെ അവർക്ക് ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കില്ല അവര് കണ്ടുപഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അവർക്കും പുറമുള്ള ആളുകളോട് അതുപോലെ പെരുമാറാനാവും ഇതുവരെ അറിയുന്നുണ്ടാവാ. പക്ഷെ ഇനി നമുക്കൊന്ന് സ്വയം ഒന്ന് പരിശ്രമിച്ച് നോക്കാം. എന്ത്? നമ്മള് സ്വയം ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക. സ്വയം ഒന്ന് നന്നായിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങുക അല്ലേ? അപ്പൊ അമ്മമാരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ വേറെ ആരുടെ കുറ്റങ്ങളും കാണാൻ വേണ്ടി നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഒരാൾക്കും ഒരു കുറ്റവും ഇല്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യും. എനിക്ക് മാത്രായിരുന്നു, എന്റെ കണ്ണിനായിരുന്നു പ്രശ്നം. അല്ലെങ്കിൽ എന്റെ ചിന്തകൾക്കായിരുന്നു പ്രശ്നം. ഞാനൊന്ന് നന്നായപ്പോ എന്ത് രസാ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. എന്റെ പരിസരമായിക്കോട്ടെ, എന്റെ മദർ ഇൻ ലോ, എന്റെ ഫാദർ ഇൻ ലോ, എന്റെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്ന് തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അപ്പൊ അവിടെ എന്താ സത്യത്തിൽ മാറിയത്? അവരൊന്നുമല്ല മാറിയത്. ഞാൻ തന്നെ സ്വയം മാറാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഞാൻ മാറിയപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി തോന്നി. എന്റെ മക്കൾക്ക് ആദ്യം മക്കളൊക്കെ നല്ല ശാഠ്യം പിടിക്കുന്ന മക്കളായിട്ടാ തോന്നിയത്. പിന്നെ മക്കള് ശാഠ്യം പിടിക്കുമ്പോ മദർ കുറച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചൊരു ക്ഷമ പാലിച്ചിട്ട് മക്കളോട് നല്ല അതപോട് കൂടി പെരുമാറാൻ പഠിപ്പിച്ചു. അപ്പൊ മക്കള് പിന്നീട് അവർക്കും ചേഞ്ചസ് വരാണ്. അവരന്ന് മുതല് ഉമ്മ കഴിഞ്ഞ ദിവസം വരെ നല്ല ചീത്ത, നല്ല ഫയർ ചെയ്തിരുന്ന ആളാണ്. ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ മക്കളും എന്തായി തുടങ്ങി, ആ അദബ് അവിടുന്ന് മുതല് പഠിച്ചു തുടങ്ങാണ്. യെസ് എന്റെ ഉമ്മ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ ഉമ്മ വളരെ ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ്. സോ ഞാന് അത് പഠിക്കുമ്പോ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ജീവിതത്തിൽ അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് എന്റെ ക്ലാസ്സിൽ കുഞ്ഞു മക്കളാണെങ്കിലും അവരവരുടെ ഫ്രണ്ടിനോട് നാളെ അതേ സാഹചര്യത്തില് എന്തെങ്കിലും ഒരു മീറ്റിംഗ് അവരെന്തെങ്കിലും ഒരു എന്താ പറയാ 2 പേരും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു എന്തെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത്, നമ്മൾ ആ ഒരു അദബ് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ മക്കളും എന്ത് ചെയ്യുന്നു, വീട്ടില് പുറത്ത് വെളിയിൽ പോയി കഴിഞ്ഞാലും മക്കൾ അത് ആ അദബില് പ്രവർത്തിക്കുന്നത് കാണുമ്പോ ഹാപ്പിയാവുക ആരാണ്? അത് അറിയാതെ പോലും നമ്മള് ക്ഷമിച്ചത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ് നമ്മൾ തന്നെയാണ് അതിൽ സാറ്റിസ്ഫൈഡ് ആവുക അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു നമ്മൾ ഓരോരുത്തരെയും മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചില ആളുകൾ അതുപോലെ അഹന്ത നടിച്ചിട്ട് അല്ലെ? സ്വയം അഹന്ത നടിച്ചിട്ട് എന്ത് ചെയ്യാം? മാറ്റാൻ വേണ്ടി തയ്യാറാവില്ല. എനിക്ക് അത്യാവശ്യമൊക്കെ അദബുണ്ട്. ചെറുപ്പത്തിലൊക്കെ മദ്രസയിലും ഇവിടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ചില കുട്ടികളെ നമ്മള് ഇതിൽ നിന്ന് വാച്ച് ചെയ്യാറുണ്ട്. അവരൊക്കെ പറയാറുള്ള കാര്യങ്ങളാണ്. എന്ത്? പല രീതിയിലും മദ്രസയില് പഠിച്ചിട്ടുണ്ട്. സ്കൂളില് ഞാനിങ്ങനെ പ്രൊഫഷണലി ഞാനൊരു വക്കീലാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ടീച്ചറാണ്. എനിക്ക് ഒരുപാട് ആളുകളെ കണ്ടിട്ടൊക്കെ പരിചയണ്ട്. പക്ഷെ അപ്പൊ നിങ്ങളത് എന്നോട് പറയേണ്ട ആവശ്യമില്ലാന്ന് പറയും. അല്ലേ? പക്ഷെ നമ്മള് ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യായിരിക്കാം. അത് പറഞ്ഞു കൊടുത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും ചില ആളുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളെ നമ്മൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അവിടെ ആ പറയുന്ന സബ്ജക്റ്റ് നമ്മൾക്ക് ചിലപ്പോ നമുക്കത് ആവശ്യമുള്ള ല്ല. അവര് നമ്മളെ ഉപദേശിക്കുന്നത് ചിലപ്പോ പ്രായം കൊണ്ട്, ചില ആളുകള് നമ്മളോട് സന്തോഷം കൊണ്ട് ഉപദേശിക്കും അല്ലേ? ചില ആളുകള് ചിലപ്പോ ടീച്ചർ എന്നുള്ള ഒരു പദവി കിട്ടിയവരോ, അല്ലെങ്കിൽ ഒരു ലേബലിൽ നിൽക്കുന്ന ആള് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവര് ചിലപ്പോ നമ്മളോടൊരു ഉപദേശം നടത്തും. അത് നമുക്ക് ആവശ്യം ഉണ്ടായാലും ശരി, ഒരു മനസ്സ് ആ സമയത്ത് കാണിച്ചാല്, ആ പറയുന്ന ആൾക്കും അതുകൊണ്ടൊരു തൃപ്തി കിട്ടി. നല്ല കാര്യങ്ങളായിരിക്കണം. മോശമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. നല്ല എന്തെങ്കിലും ഒരു കാര്യമാണ്. അത് അയാളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞത്. ഇത് ഡെയിലി ആയിരിക്കാം. ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു സൗണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര വലിയ സൗണ്ട് ആയിരിക്കും അല്ലേ? അപ്പൊ ചിലവര് പറയാറുണ്ട് മുഅല്ലിമ ഭയങ്കര ഹാർഡ് ആയിട്ടാ ഞങ്ങളോട് പറയണത്. ഞങ്ങൾക്കൊന്നും അങ്ങട് ഡൈജസ്റ്റ് ആവണില്ല. മുഅല്ലിമിനെ ഞങ്ങൾക്ക് അങ്ങട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. വന്ന് കേറി ഒരു 2, 3 ദിവസത്തിനുള്ളില് സ്റ്റുഡൻറ്സിന്റെ ഭാഗത്തുനിന്നുള്ള കംപ്ലയിന്റ് ആണ്. ടീച്ചറെ ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ടീച്ചർ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് നരകം കാക്കുന്ന മലക്കിനെ കുറിച്ചും, അതുപോലെ തന്നെ സ്വർഗ്ഗം കാക്കുന്ന മലക്കിനെ കുറിച്ചും രണ്ടും എക്സ്ട്രീം ലെവലിലുള്ള ഡിഫറൻസ് ആണ് നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് ല്ലേ. ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കാതെ ചില ആളുകൾക്ക് ചിരിക്കാനേ അറിയുന്നുണ്ടാവൂല. എന്ന് വെച്ചാ ചിരിക്കൂല. ഒരു സാഹചര്യം വന്നാ ചിരിക്കാന്നുള്ളത് വലിയ കടുപ്പുള്ള പോലെ തോന്നും. ചില ആളുകൾ അതിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കരയാതെ പിടിച്ചു നിക്കും. അല്ലെ? ഓരോ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഓരോ രീതിയിലാണ് പടച്ചിട്ടുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ എന്നെപ്പോലെ അയാളായില്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ അയാൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് ശാഠ്യം പിടിച്ച് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അയാളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അയാളുടെ ഉള്ളിലുണ്ടായിരിക്കും. അത് മനസ്സിലാക്കാണ്ട് ഞങ്ങള് ഒരുപാട് അയാൾ അങ്ങനെ
പെരുമാറി പറയണേന് പകരം ഞാൻ എന്താണെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഇനി മുതൽ നമ്മൾ അങ്ങനെ അങ്ങനെ കൂടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും എങ്ങനെയാണ് അതോടുകൂടെ നമുക്ക് ഒരാളോട് പെരുമാറാൻ പറ്റുക. അത് ശരി, ഏത് വിഷയത്തിലാണെങ്കിലും ശരി, അതും എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോ ചില ആളുകള് ക്ലാസ് മുറികളിൽ വന്നിരുന്നിട്ട് ആഹ് അറിയാതെ പോലും ഇതൊരു ഖുർആൻ മജ്ലിസാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ അവരെന്ത് ചെയ്യാറുണ്ട്, അറിയാതെ ചില ഫിത്നകളൊക്കെ പറഞ്ഞ് പോണ ഒരു ശൈലിയൊക്കെ കണ്ടിട്ട് അറിയാതെ, അതായത് അവർക്ക് പോലും അറിയില്ല അതെന്താന്ന്. അവര് പറയുന്ന കാര്യങ്ങള് തെറ്റുണ്ട്. മറ്റുള്ള ആളുകൾ ചില ഇൽമുള്ള ചില സിസ്റ്റേഴ്സൊക്കെ അത് കേൾക്കാൻ പോലും തയ്യാറാവില്ല. അല്ല, ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അറിഞ്ഞിട്ട് നമുക്ക് ഒരാളെ കുറിച്ചൊന്നും അറിയില്ല. അയാൾ അങ്ങനെയാണ്. ഊഹം വളരെ തെറ്റായിട്ടുള്ള കാര്യല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു വിഷയാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് ഊഹിക്കും. അല്ലെ? അത് അങ്ങനെ ആയിരുന്നാലോ, ഇങ്ങനെ ആയിരുന്നാലോ എന്നൊക്കെയുള്ള ഒരു ഊഹമാണ്. ഊഹം ഭയങ്കര തെറ്റാണ്. നമ്മൾ കാര്യാണ്. എന്നിരുന്നാലും ചില സിസ്റ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ് മുറികളിൽ തന്നെ അങ്ങനത്തെ ആക്ഷൻസ് വന്നതായിട്ട് ഞാൻ എന്റെ ഒരു ഇതില് വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് കൊണ്ട് ചില ആളുകളോടൊക്കെ നമുക്ക് പെട്ടെന്ന് അതേ ഒരു രീതിയിൽ നമുക്ക് തിരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു നസീഹ കൊടുത്തിട്ടോ മറ്റോ ഒക്കെ ആയിരിക്കും. അവരുടെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പോ ചിലത് കേട്ട് കാര്യങ്ങളെ അവര് ശീലാക്കുള്ളൂ അല്ലേ? നമുക്കും അങ്ങനെയല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണോ കുറേ ശീലിച്ചത്, അത് ആ ശീലമാണ് നമുക്ക് പിന്നീട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മാർഗ്ഗങ്ങളായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ ശൈലികളായിട്ട് നമ്മൾ അല്ലേ? 1, 2 തവണ ചെയ്ത കാര്യങ്ങളല്ലല്ലോ. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ടിവിറ്റി നമ്മൾക്കറിയാം. ദിവസം ഉച്ചഭക്ഷണത്തിന്റെ നേരെ ആവുന്ന സമയത്ത് നമ്മൾ ഉച്ചഭക്ഷണത്തിന് പോണു. ആഹാരം കഴിക്കുന്ന സമയമാവുമ്പോ ആഹാരത്തിന്റെ സമയമാകുമ്പോ നമ്മളോട് ആരും ഗൈഡ് ചെയ്യൊന്നും വേണ്ട. എനിക്ക് വയറ് വിശന്നാ ഞാൻ നേരെ പോണു, ഭക്ഷണം കഴിക്കണു. അതൊന്നും നമ്മൾ ഗൈഡ് ചെയ്യണ്ട. അതുപോലെ ചില ആളുകളുടെ ശീലമായി മാറിയിട്ടുണ്ട് ഫിത്ന പറയുന്നത്. അതുപോലെ തന്നെ നമ്മളറിയാതെ ഒരാളുടെ പരദൂഷണം പറയാ, അസൂയ എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുതന്നെയാണ്? അദബ് കേടാണ്. നമുക്ക് ഒരിക്കലും ഇൽമ് ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റില്ല. അപ്പോ ഈ പരദൂഷണത്തെക്കുറിച്ചായാലും, അതുപോലെ തന്നെ അസൂയയെക്കുറിച്ചായാലും വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് അസൂയ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ മനുഷ്യരോട് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്വയം പുകഴ്ത്തുന്ന ചില വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം ല്ലേ? സ്വയം പുകഴ്ത്തും. അതായത് സ്വയം പുകഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2, 3 തരത്തില് സ്വയം പുകഴ്ത്തുക എന്ന് ഉള്ള ഉദ്ദേശം കൂടെ ഞാൻ പറയാം. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ. അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങള് നമ്മള് പറയുന്നു എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളൊരു സാഹചര്യത്തിൽ പറയുന്നു എന്നുള്ളത് നമുക്കെന്താണ്? അനുവദിക്കപ്പെട്ട കാര്യാണ്. അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾ എടുത്ത് പറയാം. ഇപ്പൊ എന്റെ മുന്നില് ഒരാള് ഭയങ്കര സിവിയറായിട്ട് ഒരു വലിയ പ്രയാസത്തിൽ ഇരിക്കയാണ്. ആ സമയത്ത് എനിക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കാര്യം എന്താ? എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു അനുഗ്രഹം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള വലിയ മാറ്റം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും പറയണ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇതില്ലേ? ഞാൻ അങ്ങനെ വന്നിട്ട് എന്റെ റബ്ബ് എന്നെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ എത്തിപ്പെട്ടത്. ഇത്രയും എത്താൻ പറ്റിയത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ഞാനിപ്പോ ഇതില് ഓരോ ആൾക്കാരെ അൺമ്യൂട്ട് ചെയ്താലും ഓരോ ആൾക്കാർക്ക് ഓരോ സ്റ്റോറി ഇല്ലേ പറയാൻ വേണ്ടീട്ട് ല്ലേ? നമ്മളെ റബ്ബ് ഇതിലേക്ക് കൊണ്ടുവന്നത് പല കാരണങ്ങളും ഓരോരുത്തർക്കും അറിയാം. അതിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഇത് മാത്രാണ്. ജസ്റ്റ് ഒരു ക്ലാസ്സാണ്, വെബിനാറാണ്. ഇന്ന് 5 മണിക്കുള്ള ക്ലാസ്സാണ്. ഞാൻ ജസ്റ്റ് കേറുന്നു. ഞാന് 6 മണിയാവുമ്പോ ഇറങ്ങണു. ഇങ്ങനെയുള്ള ഒരു നിയത്തുണ്ടാവും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവോ? അറ്റ്‌ലീസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്നുള്ള രീതിയിൽ ചില ആളുകള് എന്നെപ്പോലെ ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയാണ്. എന്നെപ്പോലെ ചിലവര് ജീവിതത്തില് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്റെ പോലെ ചില ജീവിത സാഹചര്യങ്ങളിലാക്കുമ്പോ ഞാൻ പറയുന്ന ചില കാര്യങ്ങള് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്തിട്ട് തോന്നും. ഇങ്ങനെ തന്നെയാണ് ഞാനും ഏകദേശം ജീവിക്കണത്. അപ്പൊ ഇവര് പറയണ കാര്യങ്ങള് എനിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത്. ആ കാര്യം അതുപോലെയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുള്ളൂ അല്ലെ? അപ്പോ നമ്മൾക്ക് എന്ത് ചെയ്യാം? മറ്റൊരാളെ ആശ്വസിപ്പിക്കാനും അനുഗ്രഹങ്ങൾ നമുക്ക് എടുത്ത് പാടില്ലാത്തൊരു രീതി എങ്ങനെയാണ്? സ്വയം
ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന രീതി ഇസ്ലാമികമല്ല. ഞാനുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തു. ഞാനുണ്ടല്ലോ, ഞാൻ അപ്പ അങ്ങനെ ചെയ്തു. ഞാൻ ഇങ്ങനെ ചെയ്തു. അത് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം ചില സിസ്റ്റേഴ്സ് നടത്തുന്നത് നമുക്ക് കാണാം. അത് തീർത്തും തെറ്റാണ്. ഞാൻ എന്നെ എന്ത് ചെയ്യാണ്, എന്നെ തന്നെ സ്വയം പുകഴ്ത്താൻ ഞാനിങ്ങനെ എല്ലാവരുടെ മുന്നിലും ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, ആ ലേബൽ നമ്മളിങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ശരിക്കും തെറ്റായിട്ടുള്ള കാര്യം. ഖുർആനിൽ തന്നെ നമുക്ക് ഒരു ആയത്തുണ്ടല്ലേ? വിശുദ്ധ ഖുർആനില് പറയുന്നത് നമുക്ക് കേൾക്കാം. യമുനുന്ന അലൈക അൻ അസ്ലമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തല്ലേ? നിങ്ങള് സൂറത്തുൽ ഹുജറാത്തിൽ കേട്ടിട്ടില്ലേ? ഉം. അഊദു ബില്ലാഹി മിനശ് യമുനുന്ന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. നിങ്ങള് കേട്ടിട്ടുണ്ടാവും. നിങ്ങള് ഇത് സൂറത്തുൽ ഹുജറാത്തിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളതൊന്ന് വിശദീകരണം ഒന്ന് എടുത്ത് നോക്കാട്ടോ. ഞാനതൊന്നൊരു തവണ റീഡ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم يمونون عليك أن أسلموا قل لا تمنوا علي إسلامكم قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. സൂറത്ത് ഹുജറാത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യാണ്, അവൻ മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച ദാക്ഷിണ്യമായിട്ട് അവർ എടുത്തു പറയുന്നു. അപ്പോ നീ പറയുക, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് കാണിച്ച ദാക്ഷിണ്യമായിട്ട് എടുത്തു പറയരുത്. നമ്മള് വിശദീകരണ തഫ്സീർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതിൽ ക്ലിയർ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങള് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ പറയേണ്ടതെന്നും, നമ്മൾ സ്വയം അഹന്ത നടിക്കുന്നതിനെ കുറിച്ച്, സ്വയം പെരുമ നടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യമായിട്ട് ഇതിൽ പറയുന്നുണ്ടല്ലേ? അപ്പോ നമ്മള് ഒരു കാര്യം നമ്മളെന്താണ്, നല്ലൊരു ഉദ്ദേശത്തോടെ ഒരു കാര്യം അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് പറയേണ്ടി വന്നു കഴിഞ്ഞാല്, നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യം നമുക്കത് ഒഴിവാക്കലാണ് നല്ലത്. ഇത്തരം കാര്യങ്ങളെ തന്നെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോ വിശ്വാസവും ദൃഢതയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹങ്ങള് നമുക്ക് തുറന്നു പറയാം. ഒരാളുടെ ഉള്ളില് നമുക്ക് അതുകൊണ്ടൊരു മോട്ടീവ് ഉണ്ടാവും. അയാൾക്ക് അള്ളാഹുവിനോട് കുറച്ചുകൂടി അടുപ്പം തോന്നും. ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിലൂടെ അയാൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കില്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു വിശ്വാസം ട്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് ഒരാളോട് പറയുന്നതില് നമുക്ക് തെറ്റില്ല. അതുപോലെ തന്നെ പോലുള്ള ആളുകളുടെ സംസാരം കൊണ്ട് പ്രചോദനം ഉദ്ദേശിച്ച് പറയാ. അത് തന്നെ പോലുള്ളവർക്ക് ല്ലേ, സംസാരം കൊണ്ടൊരു പ്രചോദനം ഉണ്ടാവും. എന്ന് നമുക്ക് സൂറത്ത് ഹുജറാത്തിലെ 17-ാമത്തെ ആയത്ത് ട്ടാ. നിങ്ങള് എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഫ്സീറിൽ എന്ത് പറയണു എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. സൂറ ഹുജറാത്തിലെ 17-ാമത്തെ ആയത്തൊന്ന് നോക്കി നോക്കുക ട്ടാ. അതുപോലെ തന്നെ ആഹ് ഈ 2 കാര്യങ്ങൾ അപ്പൊ നമ്മള് ഈ ഒരു അനുഗ്രഹങ്ങൾ തുറന്നു പറയുന്നതിലൂടെ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹു ഇത്ര അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ട് ഞാൻ കണ്ടില്ലേ എന്റെ ജീവിതത്തില് ഇന്നത് തന്നതുകൊണ്ടാണ് എനിക്ക് വലിയ മാറ്റം ഉണ്ടായത്. ചില സിസ്റ്റർ ില്ലേ നിങ്ങള് എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഈ ഒരു മജ്ലിസിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൽമ എടുക്കാൻ വേണ്ടി പറ്റി. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സാധിച്ചത്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? അതൊരിക്കലും അയാളെ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ആ വഴി കാണിച്ച ആളുകൾക്ക് ഒരു പ്രചോദനം ആവണം എന്നുള്ള ഉദ്ദേശം നിലനിർത്തി മാത്രമായിരിക്കും ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടാവും അല്ലെ? അൽഹംദുലില്ലാ. നമ്മളുടെ ഉള്ളിലുള്ള പല സിസ്റ്റേഴ്സും സ്വയം വലുതാണെന്ന് ഇങ്ങനെ പറ്റും എന്നുള്ളതൊക്കെ ഭയങ്കര അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റേഴ്സ് ആയിട്ട് മാറാൻ പാടില്ല. ജീവിതത്തില് നമുക്ക് എപ്പോഴും ഇൽമ നമ്മുടെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം പെരുമ നടിക്കുക എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റേണ്ട വിഷയമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവരുത്. അതുപോലെ തന്നെ ചില ആളുകള് ഒരു ഇതില്ലാതെ ചില ആളുകൾ പരിഹസിക്കും അല്ലെ? പരിഹാസം എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പാടില്ലാത്തൊരു സംഭവമാണ്. എന്തിന്? ചില വിദ്യാർത്ഥികൾ ഇപ്പൊ ചില മൊയ്‌ലിമമാരെ ക്ലാസിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നും കൊണ്ട് ചിലപ്പോ പ്രത്യക്ഷത്തിൽ അവര് പറയില്ല. ചില ആളുകൾ എന്ത് ചെയ്യും? ആ മൊയ്‌ലിമയുടെ കുറവുകൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കുറവുകളൊക്കെ അവിടെ ഇരുന്നൊക്കെ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറയല്ലേ. അപ്പൊ പരിഹസിക്കും അങ്ങടും ഇങ്ങടും. അവർക്ക് അവരുടെ ഇരുത്തം കാണുമ്പോ വലിയത് തോന്നണില്ല. ഞാൻ അങ്ങനെ എനിക്ക് തോന്നണില്ല, ഇങ്ങനെ തോന്നണില്ല എന്നൊക്കെ പറയും.
തെറ്റാണോ ശരിയാണോ? ചിലപ്പോ മറ്റുള്ളവരിൽ നിന്നും അത് ശരിയാട്ടോ, അല്ലെങ്കില് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്കും അങ്ങനെ ഫീൽ ചെയ്തുന്ന് ജസ്റ്റ് ആ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി മാത്രായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ഉണ്ടാവാ. അപ്പൊ അത് ശരിക്കും എന്താണ്? തെറ്റായിട്ടുള്ള കാര്യാണ് അല്ലെ? മറ്റുള്ളവരുടെ പദവിനെ നമ്മൾ കുറക്കാൻ ഒരിക്കലും പാടില്ല. മറ്റുള്ളവരുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആൾക്കാർക്കും ഒരു വ്യക്തിത്വം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച എല്ലാ മനുഷ്യന്മാർക്കും ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരുടെ പദവി കുറക്കാനോ, അവരെ ഉപദ്രവിക്കുകയും ചെയ്യരുതെന്ന് ഹദീസില് കാണാം. ഉം. അപ്പോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളിലും ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നതും അവഹേളിക്കുന്നവരുമായിട്ടുള്ള ഏതൊരാൾക്കും നാശം എന്ന് സൂറത്തുൽ ഹുമസയിലെ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? അപ്പൊ അത് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എന്താ അവിടെ പറയണത്? കുത്തുവാക്ക് പറയുന്ന ആളുകൾക്ക് മോശമാണ്, അല്ലെങ്കിൽ നാശം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവഹേളിക്കുന്നവര്, പരിഹസിക്കുന്നവര്, നമ്മള് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളെ പരിഹസിക്കാനോ, നമുക്ക് അതിന് മാത്രം ഒരു ക്വാളിറ്റി, നമ്മൾ എങ്ങനെയാണ് ഒരാളെ പരിഹസിക്കാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും നമുക്കില്ല അല്ലെ? നമ്മുടെ കുറവുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ രഹസ്യമായിട്ടുള്ള തെറ്റുകള്, അല്ലെങ്കിൽ എന്തൊക്കെ പല കാര്യങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളിലെ വ്യക്തികളാണോ അതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു മജ്‌ലിസിൽ എല്ലാവരോടും ക്യാമറ ഒക്കെ ഓൺ ആക്കി എല്ലാവരും ഒന്ന് ഇരിക്കേന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ അതേ കോലത്തിൽ വന്നിരിക്കുവോ? ഇല്ലല്ലോ. നമ്മൾ അപ്പൊ തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ പോണ്, ക്യാമറ ഓൺ ആക്കി ഇരിക്കുമ്പോ തന്നെ നമുക്കറിയാം ഏത് രീതിയിൽ ഞാൻ മാനേജ് ചെയ്യണമെന്നല്ലേ? അപ്പൊ തന്നെ നമ്മളൊരു ചേഞ്ച് അവിടെ ചെയ്തു. ഞാൻ എന്ന വ്യക്തിയിൽ അപ്പൊ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് ഞാൻ ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുപോലെ വീട്ടിൽ നടക്കണ പോലെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല്ല. അതന്നെയാണ് അദബിന്റെ ഒരു ഭാഗം. നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾക്ക് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളത് എവിടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനെ നമ്മള് ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോ മാറ്റേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും യുക്തിയുണ്ട്. അതിന് ശരിയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഒരു തരത്തിലും അത് സിസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? സ്വയം ഒരു പെരുമ നടിക്കാനോ, അതുപോലെ തന്നെ കുത്തുവാക്കുകള്, പരിഹാസങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഇതൊക്കെ അദബുകേടായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തരത്തിലും സിസ്റ്റേഴ്സിന്റെ ഉള്ളില് ഒരു വാക്ക് കൊണ്ടോ, ചെറിയൊരു നോട്ടം കൊണ്ടോ പോലെ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ, മറ്റൊരാളെ വേണ്ടി നമ്മൾ തയ്യാറാവരുത്. കാരണം ഇതൊക്കെ നമ്മളെ ഇൽമിനെ ഇല്ലാണ്ടാക്കും. നല്ല ഇൽമ് കരസ്ഥമാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു വലിയ തെറ്റുകളാണ്. വലിയ വലിയ കുത്തുകൾ നമ്മുടെ ഹൃദയത്തിലിടുന്ന കാര്യങ്ങളാണ് എന്ത്? ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങള്. കുത്തുവാക്ക് പറയാ, അതുപോലെ തന്നെ പരിഹസിക്കുക, അതുപോലെ സ്വയം നമ്മൾ പെരുമ നടിക്കുക എന്നുള്ള കാര്യം അല്ലേ? അതുപോലെ തന്നെ അസൂയയുടെ വിഷയം. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വല്യ പാപമാണ്. വല്യ പാവാണ് അല്ലേ? അസൂയ നമ്മുടെ കുഞ്ഞു മക്കള് മുതലേ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾക്ക് അവർ അസൂയപ്പെടുമ്പോ തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. അസൂയ എത്ര വലിയ പാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ത്? അസൂയ എന്ന് പറയുന്നത്. നമ്മൾ അസൂയപ്പെടാൻ വേണ്ടി പാടില്ല. ഒരാള് മറ്റൊരാളോട് അസൂയ വെക്കാനും പാടില്ല അല്ലേ? അല്ലാഹു തന്റെ അടിമക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തില് വെറുപ്പ് വെക്കലാണ് അസൂയ റിയലി. അല്ലാഹു അവന്റെ അടിമക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തില് വെറുപ്പുണ്ടാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ അസൂയ എന്ന് പറയാ. അതിലൊരു വെറുപ്പ് നമ്മൾ കാണിക്കുക. അപ്പോ ഈ അസൂയ എന്ന് പറഞ്ഞാ എത്ര വൃത്തികെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്വയം റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി നോക്കുക. അസൂയ നമുക്കൊരു കാര്യത്തിന് വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? അള്ളാഹുവിന്റെ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിനോട് മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് വെറുപ്പ് വെക്കാൻ പറ്റുക? ഉം. അത് തന്നെ ഒരാളുടെ അറിവാവട്ടെ, സമ്പത്താവട്ടെ, സന്താനങ്ങള് എന്നിവ ഉണ്ടാകുമ്പോൾ അതില് അസൂയാണ്. അപ്പോ നമ്മള് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ പാപം. അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹത്തില് വെറുപ്പ് വെക്കലാണ് റിയലി ഈ അസൂയ എന്ന് പറഞ്ഞത്. അത് എങ്ങനൊക്കെ അസൂയ ആൾക്കാം. ഒരാളുടെ അറിവിൽ ഒരാൾ അസൂയ വെക്കും. അതുപോലെ സമ്പത്തിൽ വെക്കും. സന്താനങ്ങളിൽ ആണ് അമർഷം ഉണ്ടാക്കല്. ഓ അവന്റെ ഇത് കണ്ടില്ലേ? അവന്റെ ആ നടപ്പ് നോക്കിയേ എന്താ സംഭവം എന്നാ വിചാരം. അല്ലെ? അവന് ഒരുപാട് സമ്പത്തുണ്ട്. ഒരുപാട് സമ്പത്തുണ്ട്. അവന്റെ കുട്ടികൾ നോക്കിയേ എന്തൊക്കെ പദവികളാ. അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയാണോ അയാളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക, അതിലൊക്കെ അമർഷം വെക്കൽ എന്ത് തന്നെയാണ് അസൂയയുടെ കാറ്റഗറി വരുന്നത്. അപ്പൊ സ്വയം പരിശോധിച്ച് നോക്കുക. നമുക്ക് ഏതെങ്കിലും വ്യക്തികളോട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്വഭാവം നമുക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ അത് മാറ്റിവെക്കേണ്ടതാണ്. ഇൽമ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ ഒരു സാധ്യതയില്ല അല്ലെ? ഇൽമ് നമുക്ക് ഉറച്ചു നിൽക്കില്ല. അപ്പൊ പഠിച്ചത് അപ്പൊ നല്ല ഓർമ്മയാണ്. പക്ഷെ പിന്നീട് അതൊക്കെ ഞാൻ മറന്നുപോകും. പല കാര്യങ്ങൾ കൊണ്ട് എനിക്കത് മനസ്സിൽ നിൽക്കണില്ല. എന്താ
നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടോന്ന് നമ്മൾ പരിശോധിക്കണം. ല്ലേ? അതുപോലെ തന്നെ അത് നീങ്ങി കാണണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും അത് എന്താണ് നമ്മളുണ്ടാവൂലേ ഈ ആഹ് ഒരാൾക്ക് നല്ലോണം കഴിവുണ്ട് അല്ലെ? സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് കൊടുത്തത് അവന്റെ ഒരു ഇത് കണ്ടില്ലേ ല്ലേ? അവൻക്ക് ഈ ഒരു സമ്പത്ത് ഉള്ളതുകൊണ്ടാ, കാർ ഉള്ളത് കൊണ്ടാ, അല്ലെങ്കില് ഒരുപാട് ഇങ്ങനൊക്കെ കാണണം. അതൊക്കെ ഒന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാ എന്താവും അവസ്ഥ? നമ്മളാരാ അതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? അവനാരാ സമ്പത്ത് കൊടുത്തത്? അവന്റെ റബ്ബാണ് അവനെ ആ കാര്യത്തിൽ അനുഗ്രഹിച്ചത്. അത് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. നമുക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു യോഗ്യതയില്ല അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സല്ലേ നന്നാക്കണ്ടുള്ളൂ ഇപ്പോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെ മനസ്സിൽ നിന്നും ഞാൻ ആ അസൂയ അങ്ങട് എടുത്ത് മാറ്റാ. അപ്പൊ അത് നീങ്ങിക്കാണണം. അവന്റെ കുട്ടികൾ ലായിരിക്കണത്. അവന്റെ മക്കൾക്ക് കണ്ടില്ലേ എന്തൊക്കെ രീതിയിൽ അവർ വീട് വെക്കണു, അവർ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോണു. ഇങ്ങനെ പറഞ്ഞ് അവരെക്കൊണ്ട് അവർക്കുള്ള എല്ലാ നന്മകളിലും നമുക്കൊരു അമർഷം വെക്കാം. എല്ലാ എല്ലാ നന്മകളായിട്ടുള്ള കാര്യത്തിലും നമ്മൾ അവരോട് അമർഷം വെക്കുകയാണ്. ഈ അമർഷം എന്തെന്നെയാണ്? അത് നീങ്ങി കാണണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതും എന്താണ്? അസൂയയുടെ ഫലത്തില്, അസൂയയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിൽ പറയുന്നുണ്ട് 54-ാമത്തെ ആയത്തും അതുപോലെ 45-ാമത്തെ ആയത്തും നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. തഫ്സീർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. സൂറത്തു നിസായില് ട്ടാ. സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ഒരു മലയാളം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിന്റെ പേരിൽ അവൻ അസൂയപ്പെടുകയാണോ? അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം അല്ലെ? നമുക്കറിയാം ഔദാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് അതിനെ തീർക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയ കാര്യമാണ് അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അല്ലെ? നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റഹ്മാൻ ആയതിന്റെ പേരിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഔദാര്യം. എല്ലാം നമ്മൾ ഇപ്പോ ജീവിതത്തിൽ എല്ലാം അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. അല്ലെ? അല്ലെങ്കിൽ നമുക്കാണ് അള്ളാഹുവിന്റെ ഔദാര്യം ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഔദാര്യം നമുക്ക് ആവശ്യമുണ്ട്. പകരം നമുക്ക് മറ്റൊരാളുടെ അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരില് അതൊന്നുമല്ല നമുക്ക് ആവശ്യം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പറയാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായി അല്ലേ? അൽഹംദുലില്ലാ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ഔദാര്യം ഉള്ളത് കൊണ്ടാണ് ഇൽമ എടുക്കാൻ പറ്റുന്നത്. ഇൽമിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓർമ്മശക്തി ഈ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേർന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ ഔദാര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഇബ്രാഹിം കുടുംബത്തിന് ആ ഒരു ആയത്തില് പറയുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും ജ്ഞാനവും നൽകിയിട്ടുണ്ട്. അവർക്ക് നാം മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വസിച്ച ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. അതിൽ നിന്ന് പിന്തിരിഞ്ഞ വിഭാഗവും അവരിലുണ്ട്. ഉം. കത്തിജ്വലിക്കുന്ന നരകാഗ്നി തന്നെ മതി. നിസായിലെ 54 തൊട്ട് 55 വരെയുള്ള ഭാഗങ്ങള് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ. ഈ ഭാഗം ഒന്ന് നിങ്ങള് നോക്കി നോക്കുക ട്ടാ. ഇൻഷാ അള്ളാ. ഓക്കെ അൽഹംദുലില്ലാ. അപ്പോ ഈ അസൂയ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ നമുക്ക് മനസ്സിലായി വലിയ പാപാണ്. എന്തുകൊണ്ട് അസൂയനെ കുറിച്ച് ഇപ്പൊ നമ്മള് പറയാൻ കാരണം, ഇൽമ എടുക്കുന്ന സിസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ഒരാളുടെ ഉള്ളിലും നമുക്ക് ഈ അസൂയ വെക്കാനോ ഒരു ആക്ടിവിറ്റീസ് അല്ലെ നമ്മൾ പറഞ്ഞ പോലെ അസൂയ, കുശുമ്പ്, പിന്നെന്താ സ്വയം പെരുമ നടിക്കുക, അഹങ്കാരം ഇങ്ങനെയുള്ള ഒരു സംഭവവും നമുക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാടെ ഉപേക്ഷിച്ച് കളയേണ്ട സംഭവങ്ങളാണ്. അല്ലെ? അപ്പൊ നിങ്ങള് ഈ നമ്മുടെ ഹുമസ സൂറത്തിലെ തഫ്സീർ പരിശോധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തഫ്സീർ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നി എനിക്ക് ഒരു കുഞ്ഞു രീതിയിൽ കുഞ്ഞൊരു അളവിലൊക്കെ ഞാനിതാ അത് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സോറി. എനിക്കിങ്ങനെ മറ്റൊരാളോട് ഇങ്ങനെ ഒരു അസൂയ വന്നു പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് മാറ്റണം ട്ടാ. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ നല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ മാത്രല്ലേ ഇതൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏഹ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഈ കാര്യങ്ങളൊക്കെ ഉം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഇൽമ എടുക്കാൻ വേണ്ടി പറ്റൂല. ഒരു മിനിറ്റേ. ഞാന് ആ ഓക്കെ. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് പറയാനുണ്ട്. ഈ അസൂയക്കുള്ള ചികിത്സകള് ഐ മീൻ അസൂയ വന്നിട്ടുള്ള
എന്തൊക്കെ നമുക്ക് ഈ അസൂയ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പോവാൻ വേണ്ടി, അതായത് അതപെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം പോലെ നമ്മൾ പറയാണ്. അസൂയ വന്നിണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാത്ത രീതിയിൽ അസൂയ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെയാണ് ഇല്ലാണ്ടാക്കാൻ പറ്റുക. ചില ആളുകൾക്ക് എത്ര കൺട്രോൾ ചെയ്തിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ഞാൻ അറിയാണ്ട് അങ്ങനെണ്ട് ആലോചിച്ചു പോവാണ്, അല്ലെങ്കിൽ അറിയാണ്ട് അങ്ങനെണ്ട് പറഞ്ഞു പോവാണ് എന്നുള്ള ചില അവസ്ഥയുണ്ട്. അപ്പൊ ഒരു നീചമായിട്ടുള്ള ഒരു മനസ്ഥിതിയിൽ നിന്നാണ് നമുക്ക് അസൂയ ഉണ്ടായി വളരെ നീചമായിട്ടുള്ളൊരു സ്ഥിതിയിൽ നിന്നാണ് ഈ അസൂയ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടായി മാറുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ അസൂയനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്ന് അല്ലെ? എല്ലാ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ബോധ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവൊന്നുമില്ല അല്ലെ? എനിക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല. പകരം എന്താണുള്ളത്? ഉം, ഒരു മിനിറ്റ് സിസ്റ്റേഴ്സ്, ഒറ്റ മിനിറ്റ്. ഞാൻ നേരത്തെ സൂറത്ത് നിസായിലെ ആയത്ത് പറഞ്ഞതില് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറഞ്ഞോളൂ ട്ടോ. 54 മുതലുള്ള ആയത്താണേ. ഓക്കെ. ഒന്നുകൂടി ക്ലിയർ ആക്കിയതാണ്. ഓക്കെ. അപ്പോ ഒന്നാമത്തെ കാര്യം അസൂയ നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി. നിങ്ങള് ഇത് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മറ്റുള്ള അല്ലെങ്കിൽ നിങ്ങളിത് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കും കൂടി നല്ലൊരു അയാൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു കീ പോയിന്റ്സ് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാം. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പഠിക്കാലോ. എന്നും എന്നും നമുക്ക് റിയലൈസ് ചെയ്യാലോ. ഞാനിങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ ഞാനത് ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നിക്കൂടെ അല്ലെ? അപ്പൊ ഒന്നെന്താണ് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്ന് മാത്രം മനസ്സിലാക്കുന്നതിലൂടെ നമ്മളിലുള്ള ഒരുപാട് കുറവുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നീക്കാൻ വേണ്ടി പറ്റും. അതോടുകൂടെ നമ്മൾക്ക് അതബെടുക്കാൻ വേണ്ടി മനസ്സിലായോ? അതായത് എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണ്. എന്റേതായിട്ടുള്ള കഴിവുകൾ കൊണ്ടല്ല ഞാൻ ഇൽമെടുക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്നതായിക്കോട്ടെ. എനിക്ക് അള്ളാഹു തന്നിട്ടുള്ള ഹിദായത്തിന്റെ പേരിലാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അല്ലെ? അൽഹംദുലില്ലാ. ഞാന് ഒരു തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാല്, ഒരു അധപകേട് ചെയ്തു കഴിഞ്ഞാൽ, അസൂയ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? തിന്മ മാത്രം വർദ്ധിക്കന്നെ ഉണ്ടാവുള്ളൂ. ചെയ്തിട്ടുള്ള അമലുകള്, ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരുപാട് പേരാണ് ഒരുപാട് അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുവോ? ഇല്ല അല്ലെ? നമ്മൾ ചെയ്തതിൽ എന്തൊക്കെയാണ് സ്വീകാര്യമായതെന്ന് അല്ലാഹു അഅലം. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതിന് കൃത്യത അതിനൊരു ചിട്ട വരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ അതിനൊരു ഭംഗി ഇഷ്ടപ്പെടുന്ന പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് അല്ലേ? അപ്പോ അതിനോടൊപ്പം നമ്മൾ എന്റെ ഇത്തരത്തിലുള്ള അദബുകേടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രയാസങ്ങൾ ഞാൻ ചെയ്യുന്നതിലൂടെ എന്തുമാത്രം എനിക്ക് കൂടാൻ സാധ്യതയുള്ളൂ? തിന്മ മാത്രമേ കൂടുള്ളൂ. എന്റെലുള്ള എല്ലാ അമലുകളും, എല്ലാ നന്മകളും അതുകൊണ്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ അസൂയയുടെ വിഷയത്തിൽ പ്രത്യേകം പറയുന്നത് വിറക് നമ്മള് തീ ഉണ്ടല്ലോ, വിറക് തിന്നുന്നത് പോലെയാണ് അസൂയ മനുഷ്യന്റെ നന്മ ഇല്ലാതാക്കുമെന്ന് നാം പറയുന്നത്. ഇങ്ങനെ വിറക് തിന്നോണ്ടിരിക്കും അല്ലേ? നമ്മൾ എത്ര തീയിലേക്ക് വിറക് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതിങ്ങനെ കാർന്ന്, കാർന്ന്, കാർന്ന് തിന്നും. അല്ലെന്ന് വെച്ചാ ഐ മീൻ കത്തി കത്തിക്കൊണ്ട് അത് തിന്നുന്ന പോലെയാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ നന്മകള് അല്ലെ? അസൂയ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കില് മനുഷ്യന്റെ എല്ലാ നന്മകളും അത് ഇല്ലാതാക്കി ചാരമാക്കി കളയും. അതുപോലെ തന്നെ ഈ അസൂയ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇല്ലാതാക്കേണ്ട ഈ അസൂയ എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്? നമ്മളെയൊക്കെ ഭയങ്കര മനോവിഷമം ഉണ്ടാക്കും എപ്പോഴും. ശരിക്കും പറഞ്ഞാ നമുക്ക് പറയുന്ന സമയത്ത് ഒരു സുഖം കിട്ടുന്നുണ്ടാവും. അത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ അതുകൊണ്ടൊരു പ്രത്യേക ഒരു മനഃസുഖം ആ സമയത്ത് കിട്ടിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും അത് ദുഃഖവും നമ്മുടെ മനസ്സില് എപ്പോഴും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഡിപ്രഷനിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ അസൂയ മനസ്സിൽ വെക്കുക എന്നുള്ളത്. ഒരാൾക്ക് നന്മ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അപ്പൊ വരെ ദുഃഖാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറൊരാൾക്ക് നല്ല കാര്യം വന്നു. ദേ അയാള് പാസ്സായിട്ടോ. അയാള് പരീക്ഷയിൽ പാസ്സായി ട്ടുണ്ട്. ക്ലാസ്സിൽ അയാള് ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് മുഅല്ലിം അയാളെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ പ്രത്യേകം അയാളെ അപ്രിഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേ വരണം. എന്താ അങ്ങനെ വിഷമം വരണത്? ആ ആ വിഷമമാണ് ഈ പറഞ്ഞ അസൂയ. ഉം. ആ വിഷമം അങ്ങനെയല്ല നമുക്ക് വിഷമല്ല വരേണ്ടത്. പകരം അൽഹംദുലില്ലാ. അല്ലാഹു അല്ലാഹുവിന്റെ അനുഗ്രഹം നോക്കിയേ അല്ലേ? അയാൾക്ക് ആ ഒരു അല്ലാഹുവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ അയാൾക്ക് അവിടെ വിജയിക്കാൻ പറ്റി. അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും എന്താ എന്താ വരേണ്ടത്? അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാ വരേണ്ടത്. പകരം
എന്ത് ചെയ്തു നമ്മുടെ മനസ്സിൽ കടന്നു വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. എങ്ങനെ ആലോചിച്ചിട്ടും അയാൾക്ക് എങ്ങനെ മാർക്ക് കൂടിന്ന് എനിക്കൊരു സമാധാനം ഇല്ല അല്ലേ? അങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ? മാർക്ക് ഒരു 0.5 കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ആ 0.5ന് വേണ്ടിയിട്ട് ഒരു തരത്തിലും ടീച്ചറായിട്ട് മത്സരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 5 മാർക്ക്, 10 മാർക്ക് ചിലപ്പോ മാർക്കിനേക്കാളും എത്രയോ 20 മാർക്ക് ഒന്നും ഉണ്ടാവൂല്ല. ജസ്റ്റ് എക്സാം എഴുതിയിട്ടുള്ള ചില ആളുകളുണ്ട്. അവര് വന്നിട്ട് പറയ എന്താന്ന് വെച്ചാൽ "അൽഹംദുലില്ലാ എക്സാം എഴുതാൻ പറ്റിട്ടോ. ഭയങ്കര ആശ്വാസം. കുറേ കാലത്തിന് ശേഷം എക്സാം ഒക്കെ എഴുതണേ. പക്ഷെ ഭയങ്കര ആശ്വാസം" എന്ന് പറയും. അതിനുവേണ്ടി 0.5ല് കിടന്നിട്ട് തലവെ "എന്താ എനിക്ക് മാർക്ക് തരാത്തെ? നിങ്ങള് ശരിക്കും പോലെ പേപ്പർ നോക്കിയില്ലേ?" സുബ്ഹാനല്ലാഹ് ഇത്തരത്തിലൊക്കെ മുഅല്ലിമമാരോടൊക്കെ ബിഹേവ് ചെയ്യുന്ന എത്രയോ സിസ്റ്റേഴ്സ് കുറച്ച് കാലത്തിനുള്ളിൽ ഇങ്ങനെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മറ്റൊരാൾക്ക് നന്മ വരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിൽ വിഷമാണ് വരുന്നെങ്കില്, ഈ ഒരു രോഗം നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത്? അസൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രോഗം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു അനുഗ്രഹം ഇല്ലാണ്ടാവണൊന്നുല്ല. നമ്മള് ഒരാളുടെ മേല് ഒരു പ്രയാസം വരട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അല്ലെങ്കില് നമ്മള് ഒരാളുടെ മേൽ അസൂയ വെച്ചിരിക്കുകയാണ്. എന്ത്? അയാൾ അയാൾക്കുണ്ടായ ഇൽമ അയാള് നല്ല രീതിയിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്ക. ഇതിന്റെ പേരില് നമ്മൾ ഒരാളോട് അസൂയ വെച്ച് കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അനുഗ്രഹത്തിൽ ഒരു കുറവും വരുത്തൂല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഞാൻ അസൂയ വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് പ്രശ്നം വരണം എന്ന് വിചാരിച്ചതുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കുറവ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുവോ? ഇല്ല. റബ്ബ് അയാൾക്ക് കൊടുക്കുന്ന കൊടുത്തുകൊണ്ടേയിരിക്കും. അയാളുടെ തഖ്വ പോലെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ അസൂയ വെച്ചു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അതിലൊരു കുറവും ഉണ്ടാവാൻ പോണില്ല. ചില ആളുകൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു പോരാ ചില ആളുകൾ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനാവും, ഇങ്ങനാവും, ഇങ്ങനാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ അസൂയ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് ഒരു എന്തുണ്ടാവില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം അയാൾക്ക് തടുക്കപ്പെടുന്നില്ല. അയാൾക്ക് കിട്ടേണ്ടത് തഖ്വയോടുകൂടെ അയാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കന്നെ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനത്തെ രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്കത് മാറ്റിവെക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അസൂയുള്ള ഒരാള് എന്തൊരു നല്ല കാര്യത്തില് നിന്നും അശ്രദ്ധനായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതപുകേടുള്ള അല്ലെങ്കിൽ നമ്മള് അതപുകേടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികള് എന്ത് കാര്യത്തിലും ഇങ്ങനെ ശാഠ്യം പിടിക്കുക. ഒരു ഒരു എന്താ പറയാ ഒരു മജ്‌ലിസിൽ പോയാലും നല്ലംപോലെ സംസാരിക്കില്ല. എല്ലാ കാര്യത്തിലും അവർക്ക് പ്രശ്നാ. ഇങ്ങനെ കാര്യത്തിലും അശ്രദ്ധരായിരിക്കും എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുക എനിക്ക് ഇന്നന്ന ഇതുള്ളതുകൊണ്ട് ഇന്ന പ്രയാസമുള്ളതുകൊണ്ട് എനിക്കെന്താണ് തീരെ ഓർമ്മശക്തി ഇല്ല. തീരെ അപ്പൊ നമ്മൾ സ്വയം ഇതുകൂടെ ഒന്ന് ഒന്ന് നമ്മൾ നോക്കി നോക്കണം. എന്റെ മനസ്സിലുള്ള രോഗം, എന്റെ ഹൃദയത്തിന്റെ രോഗം കൊണ്ടാണോ റിയലി എനിക്കെന്ത് ഇങ്ങനെയുള്ള അസുഖങ്ങള് അതായത് ഈ ഓർമ്മശക്തി കുറവും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നേന്നും കൂടെ നമ്മൾ റിയലൈസ് ചെയ്യണം. കൂടുതൽ നമ്മുടെ മനസ്സിലുള്ള ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റില്ലേ കൂടുതൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഹൃദയത്തിന് രോഗം ഉള്ളത് കൊണ്ടാണ് പല കാര്യത്തിലും നമുക്ക് അശ്രദ്ധ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് നല്ല ഒരു കാര്യത്തിലും അയാൾക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ അസൂയ വെക്കപ്പെടുന്ന ആളുണ്ടല്ലോ നമ്മൾക്ക് ഒരാളോട് വല്ല പ്രയാസവും വരുത്തുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് സമ്പത്തായിക്കോട്ടെ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ. സമ്പത്തും, അതുപോലെ അറിവായിക്കോട്ടെ, നന്മ, സന്താനം എന്നുള്ളതിന് എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ട് ഈ കാര്യം ഇങ്ങനെ അതിനൊക്കെ അത് എന്ത് ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളൊരാളെ അസൂയ വെച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് അള്ളാഹു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളിലേക്കും അതിന്റെ ഒരു ശാഖ അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്ക് എല്ലാത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട ഒരു തരത്തിലും നമ്മുടെ ഹൃദയത്തെ നമ്മളെപ്പോഴും ആഹ് ദുആ ചെയ്യണം അല്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ആ ദുആ നിങ്ങൾ എന്ത് ചെയ്യണം? വജഅൽനാ മിനർ റാഷിദീൻ അല്ലേ? നിങ്ങള് എല്ലാവരും ഖുർആനില് വന്നിട്ടുള്ള ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കുഫ്റുകള് നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ചതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യാ. ല്ലേ? നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ ദുആകളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയായി അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ
എല്ലാവരും ഏഹ് എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും രോഗണ്ടോ? ആ രോഗത്തെ നീ മാറ്റി തരണേ റബ്ബേ. എന്റെ എന്റെ ഹൃദയത്തില് ഇത്തരം എനിക്ക് ഇൽമ് നന്നായിട്ട് എടുക്കണംന്ന് വല്യ കൊതിയാണല്ലേ. എല്ലാവരും ഓരോ ആളുകള് അള്ളാഹുവിന്റെ ഹറഫ് അല്ലെ ഖുർആനിൽ നിന്നും ഓരോ ആയത്തുകൾ നല്ല ഭംഗിയായിട്ട് ഓതണ കേൾക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്താ ഭംഗിയായിട്ട് എത്ര ഭംഗിയായിട്ടാ അവര് ഓതുന്നത്. എനിക്കതൊന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ എനിക്കൊന്ന് നല്ല രീതിയിൽ ഇതുപോലെ ഹറഫുകൾ ഭംഗിയായിട്ട് ഉച്ചരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഓരോ ആളുകളും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴാ അവർക്ക് മനസ്സിലാവണം എന്റെ മഖ്റജ് തെറ്റാണല്ലോ. എന്റെ സിഫാത്ത് ശരിയല്ല. ഓതുന്ന സമയത്ത് എന്തോ ഒരുപാട് കുറെ തെറ്റുകൾ വരുന്ന പോലെ അത് റിയലൈസ് ചെയ്യും. സോ അവരവരുടെ പ്രായം നോക്കില്ല, ലാബിൽ നോക്കില്ല. അവരവരുടെ ഒരു കാര്യം നോക്കാണ്ട് ദേ നേരെ വരുന്നു. അവര് ഇൽമ എടുക്കാൻ വേണ്ടി തയ്യാറാവാണ്. സുബ്ഹാനല്ലാഹ് അതാണ് അവരുടെ അദബ് എന്ന് പറഞ്ഞാൽ ല്ലേ. അവരവിടെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി നിർത്തി ഞാൻ എന്ത് ചെയ്യാണ് ആ ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നോടുകൂടെ അവരുടെ നീയത്ത് എത്രത്തോളം ബലമാണോ അതിനനുസരിച്ച് അയാളത് അവിടുന്ന് കിട്ടും അല്ലെ. ചില സിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആയത്ത് ഞാൻ പറഞ്ഞുതരാം ട്ടാ. ഇൻഷാ അള്ളാ എല്ലാവരും സബ്ർ ചെയ്യും. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ട്ടാ. ഇൻഷാ അള്ളാ. അപ്പോ എല്ലാ ആളുകളും ഇപ്പൊ അഡ്മിഷനൊക്കെ എടുത്ത് ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തിലെന്നെ ചില ആളുകൾ അങ്ങോട്ട് പിന്തിരിഞ്ഞു പോവാറുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താന്നറിയോ? എന്റെ പ്രായത്തിലുള്ള ആളുകള് ആ ഗ്രൂപ്പിലില്ല. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നണു. അതുകൊണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ പറയാണ് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് പഠിക്കാന് ഇത്ര ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പീസില് പഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലെവലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പറയുന്നതിനോ ഒന്നിനും അവരൊരു മര്യാദ പാലിക്കില്ല അല്ലെ. പിന്നെ അല്ലെങ്കിൽ അവര് പറയും അല്ലെങ്കിൽ അവർക്കത് അറിഞ്ഞില്ലെങ്കിലും അവരെന്ത് ചെയ്യും അഹന്ത നടിക്കും. ആ ചില വിഭാഗം ആളുകളുണ്ട് അവർക്ക് കൂട്ടത്തിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്വയം ഒരു ലേബലുള്ള ആളുകള് ഈ എന്താ പറയാ നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോ അതിന്റെ ഇടയിൽ പോയിരുന്ന് അവരെന്താ വിചാരിക്കുക? അല്ലെ മറ്റുള്ളവർക്ക് എന്താ തോന്നുക? എനിക്കൊന്നും അറിയാത്ത ആളാന്ന് അവര് വിചാരിക്കൂലേ? അതുകൊണ്ട് പിന്നെ ഞാൻ അവരുടെ ഇടയിൽ പഠിക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പോയിരുന്ന് പഠിക്കാം. അങ്ങനെയുള്ള ധാരണയുള്ള ആളുകള്. അങ്ങനെ പല കൈൻഡ് ഓഫ് പീപ്പിൾസ് ആണ് നമ്മുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഇവരുടെ ഇൽമ് തടയപ്പെടുന്നത് എന്തുകൊണ്ട് മാത്രാണ്? അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഓരോ സ്വഭാവം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ എൽമിനെ തടയപ്പെടാനുള്ള റീസൺസ് ഉണ്ടാവുന്നത്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അതിന്റെ റീസൺസ് ഉണ്ടാക്കി മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഇൻഷാ അള്ളാഹ് ഓരോ ആളുകളും ഇൽമെടുക്കുന്ന സിസ്റ്റേഴ്സും നല്ല നിയ്യത്തോടു കൂടി തന്നെ ഇൽമെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ അദബില്ലാതെ ഇത്തരത്തിലുള്ള കുഫ്റുകൾ നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളോട് കൂടെ നമ്മൾ ഇൽമെടുക്കാൻ പോയി കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നല്ല ഇൽമ കരസ്ഥമാക്കാനോ അതുപോലെ തന്നെ നമ്മുടെ മുഅല്ലിമമാരല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന നല്ല മുഅല്ലിമമാർ പഠിക്കാനുള്ള ഒരു ഭാഗ്യം നഷ്ടപ്പെടും. എല്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവിടെ ഒരു ഇടുക്കത്തിലാക്കി പോകും. പകരം നമുക്ക് നല്ല നിയ്യത്താ. ചിലപ്പോ നമ്മുടെ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് കണ്ടിട്ടില്ലേ ഇരുന്ന് കഴിഞ്ഞാ ചിലപ്പോ മൊയലിമ പെട്ടെന്ന് അങ്ങട് ചേഞ്ച് ആവും. നമ്മളാകെ ബഹളാല്ലേ. "അയ്യോ! എന്റെ എനിക്ക് പറ്റൂല റബ്ബേ എനിക്ക് എന്റെ ആദ്യത്തെ മൊയ്ലിമന്നെ വേണം" ന്നറിഞ്ഞിട്ട് ഭയങ്കര വാശിയൊക്കെ പിടിക്കും. "എനിക്ക് ആദ്യത്തെ മൊയ്ലിമന്നെ വേണം. എനിക്ക് അത് ഒരു തരത്തിലും ഞങ്ങൾക്ക് അങ്ങട് ഡൈജസ്റ്റ് ആവണില്ല" എന്നൊക്കെ പറയും. പക്ഷെ നമ്മളപ്പൊ എന്താ ചിന്തിക്കേണ്ടത്? അൽഹംദുലില്ലാ ഒരു വളിമ മാറിയത് കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്കൊരു നല്ല ചേഞ്ചാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളൊരു നിയത്ത് നമുക്ക് വേണം. അല്ലാതെ നമ്മള് ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു അക്കാഡമി ആവുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു കർത്തം എങ്ങനെയാണ് നിർവഹിക്കുന്നത്, ഓരോ ഘട്ടത്തിൽ ഓരോ ചേഞ്ചസ് വരും അല്ലേ? അപ്പൊ ആ ചേഞ്ചസ് നമ്മളിൽ ഓരോ ആൾക്കാരിലേക്കും കൊടുക്കുന്നത് നിങ്ങൾക്കൊരു നല്ലത് വരണം എന്നുള്ള ഉദ്ദേശം നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ക്ലാസ്സിലെ നല്ലൊരു മൊയ്‌ലിമിനെ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ നല്ലൊരു ഒരു പ്രയാസമില്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരാളെ പിടിച്ച് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റില്ല അല്ലെ. അപ്പോഴേക്കും ചില ആളുകൾക്ക് എന്താണ് ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങി. എനിക്ക് ഞങ്ങൾക്ക് പറ്റില്ല ഇനി മുന്നോട്ട് പോകാൻ പറ്റും തോന്നണില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ഒരു ചിന്ത കൊണ്ടൊക്കെ പല ആളുകളും കോഴ്സിന്ന് ലീവ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് റിയലി? നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പല ചിന്തകൾ അവരെ അലട്ടി അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് അല്ലേ? ഞാനെന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയാണ്. ഞാൻ ചില ആളുകൾ അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഞാൻ എന്ന് മാത്രം ചിന്തിക്കും. മറ്റുള്ളവരെ അവരെ കൺസിഡർ ചെയ്യണമെന്നോ ഒന്നും ചിന്തിക്കൂല. എപ്പോഴും ഞാനാ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ. എനിക്ക് ക്ലാസ് കിട്ടിയില്ല. എനിക്ക് ക്ലാസ് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ നമ്മുടെ കൂടെ പഠിക്കുന്ന 10 കുട്ടികൾ അല്ലെങ്കിൽ 9 കുട്ടികൾക്കും ഒരേ പ്രയാസത്തിലാവും. പക്ഷെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഒറ്റ ഒരു ഈ കുഫ്റ് കാരണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം കാരണം അവരൊക്കെ നമുക്ക് വിട്ടു തന്നാലും ഞാൻ ഒരു പിടിയും
ഞാൻ എന്ത് ചെയ്യാറില്ല, അവരായിട്ട് ഒരു ഇതിന് എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. അങ്ങനെ വാശി പിടിച്ച് ചില ആളുകളൊക്കെ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എനിക്ക് ഈ ഒരു ജേർണിയില് അൽഹംദുലില്ലാ അങ്ങനെയുള്ള ഒരുപാട് അവരുടെ പിന്നീട് വന്നിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണ് അവർക്ക് ഭയങ്കര ഇടുക്കം വന്നതായിട്ടൊക്കെ പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരു പ്രയാസത്തിലൂടെ ഒരു ഒരു കൂട്ടം ആളുകളെയോ, ഒരു വ്യക്തിയെയോ നമ്മൾ പ്രയാസപ്പെടുത്തി നമ്മൾ അങ്ങട് ഒരു വലിയ നല്ല കാര്യം ചെയ്യാന്നുള്ള ചിന്തയോടുകൂടെ നമ്മളൊരു കാര്യം ചെയ്യാ. പക്ഷെ അത് പിന്നീട് അവർക്ക് നന്മ ഉണ്ടാക്കിയതായിട്ട് തോന്നിയിട്ടില്ല. അവർക്ക് എപ്പോഴും പിന്നീട് ഒരു ഇടുക്കായിട്ടും ഡിപ്രഷനിലേക്ക് പോയിട്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പിന്നീട് എടുക്കാൻ പറ്റണില്ല. വല്ലാത്ത അസ്വസ്ഥത മനസ്സിന് തോന്നാണ്. സുബ്ഹാനല്ലാഹ് നമ്മളല്ല അതിന്റെ റീസൺ അല്ലേ? നമ്മൾ ഓരോ നമ്മൾ കൊടുക്കുന്ന നെയ്യത്തിലാണ് ആ കാര്യം. അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ച് അള്ളാഹുവിന് നന്മ ചെയ്യാൻ വേണ്ടി അല്ലെ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി എടുക്കുക. അതുപോലെ തന്നെ നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോ രീതിയിൽ സൽസ്വഭാവത്തോടു കൂടെ പെരുമാറുക. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലേ. പകരം ഞാൻ എന്ന ഭാവം നമ്മൾ വെടിയണം. അതുപോലെ സ്വയം പെരുമ നടിക്കുന്നതാവട്ടെ, അസൂയ, കുശുമ്പ് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി. അതായത് എടുത്തു മാറ്റിയാൽ മാത്രമാണ് നമ്മൾ ഹൃദയത്തിന്റെ രോഗം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഹൃദയത്തിന്റെ രോഗമുള്ള ആളുകൾക്കൊക്കെ എന്താണ് നമുക്ക് ശരിയായ രീതിയിൽ ഇൽമെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോ പ്രിയപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ശരിയായ രീതിയിൽ ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇൽമെടുക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കില്, ആ തെറ്റുകളൊക്കെ എന്താണ് ഞങ്ങൾക്ക് മാറ്റിത്തരണമേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സൂറ അൽ ഹുജുറാത്തിലെ താണ് സൂറ നമ്പർ ഉം സൂറ ഹുജുറാത്താണ്. സൂറ ഹുജുറാത്തില് നിങ്ങൾ നോക്കിയേ 7-ാമത്തെ ആയത്ത് ട്ടോ. 7-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ദുആ ഉണ്ട്. ആ ദുആ നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തഫ്സീറൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അപ്പൊ പരിശോധിച്ച് നോക്കുമ്പോ അറിയാം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്ര ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. അള്ളാഹുവിന് എല്ലാവരും നരകത്തില് പോണംന്നാണോ? അല്ലല്ലോ. അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരെയും സ്വർഗ്ഗത്തിലാക്കണേ. നമ്മൾ ആരും ഈ വെന്തെരിക്ക് പെടരുത്. അതുപോലെ അള്ളാഹു ഒരു ഹിസാബും നമ്മളെ ബാധിക്കരുതെന്നാണ് അള്ളാഹു നമ്മൾക്ക് നമ്മളെ ഓരോ കാര്യത്തിൽ ഓരോരുത്തരുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കേണ്ട നമുക്ക് കണക്കാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹു അത് മാത്രമേ ഇതൊക്കുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ലതാവണമെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൈഡൻസ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് കിട്ടുംന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മളല്ലേ അതൊന്നും മനസ്സിലാക്കാണ്ട് അള്ളാന്റെ മെസ്സേജ് ഒന്നും മനസ്സിലാക്കാണ്ട് ശരിയായ രീതിയിൽ പോണതും ഒക്കെ നമുക്കറിയാം. ദേ ഖുർആനിൽ എല്ലാം ഉണ്ടല്ലേ. എല്ലാതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ അതൊന്നും നോക്കാണ്ട് നമ്മൾ ഇതേ മറ്റുള്ള കാര്യത്തിലും അതിലും ഇതിലൊക്കെ ഇടപെട്ടിട്ട് എന്റെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആക്കാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞിട്ട് വേവലാതി എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താനോ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളേക്ക് കൊണ്ടുപോകാനോ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും സ്വയം നന്നാവാൻ വേണ്ടി ശ്രമിക്കാം. ഓരോരുത്തരും നന്നാവുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മറ്റുള്ള ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നന്നാക്കുക എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാവരും അള്ളാഹുവിന്റെ കലാം ഭംഗിയായിട്ട് പഠിക്കണം എന്നുള്ള നിയ്യത്ത് വെക്കുന്നതോടുകൂടെ എന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ സ്വഭാവത്തിലെ ദൂഷ്യങ്ങൾ അല്ലെ എന്റെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ മാറ്റിത്തരണേന്ന് പ്രത്യേകം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് തോന്നാവുന്ന ചില ഇടങ്ങേറുകള്, ചില തെറ്റുകള് നമ്മൾക്ക് വലിയ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കില് നമ്മുടെ ശീലമായി മാറുന്നതിലൂടെ നമ്മൾ എന്ന വ്യക്തിയിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പ്രായം ഇതില് ഒരുപാട് മുതിർന്ന ഉമ്മമാരുണ്ട്, അതുപോലെ ചെറിയ മക്കള്, ഒരേ പ്രായമുള്ള സഹോദരിമാരൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഒന്നുമല്ല. നമ്മളിവിടെ എന്താണ് ഈ പ്രായത്തിന്റോ ഇതിന്റെ ഒന്നും പേരിലല്ല നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടെ എന്താണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? വിശുദ്ധ ഖുർആൻ നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗ്ഗമാണ് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹിദായത്തിനെ തരണേന്ന് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. കാരണം ഹിദായത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതിനെ ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് തരുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് വരണം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വരുത്തി കൊടുക്കണേ ദുആ ചെയ്യണം. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് സൊസൈറ്റിയിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നും നമ്മളെ അടുത്തറിയുന്ന അല്ലെ രക്തബന്ധത്തിലുള്ളവര് പോലും ചിലപ്പോ നമ്മളെ ബ്ലെയിം ചെയ്തിട്ടോ പ്രയാസപ്പെടുത്തിയിട്ടോ ഒക്കെ ഉണ്ടാവും. നമ്മള് വളരെ വലിയ മനസ്സോടുകൂടി അവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ നീ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാല്
നിങ്ങൾക്ക് എന്താണ് വലിയൊരു മാറ്റം ഉണ്ടാവും ട്ടാ. അതായത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മക്കും അവർക്കും ഒരുപോലെ നല്ലത് തരും. അപ്പൊ അവര് ഒരാള് മോശമായി പോകുന്നതാണോ, ഒരാള് നന്നാവുന്നതാണോ ഏറ്റവും വലിയ കാര്യം? ല്ലേ? ഒരാള് നന്നാവുന്നതല്ലേ? നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികള് നാളെ നന്നായി കാണുമ്പഴാണ് അവർക്ക് നന്മയുടെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ല്ലേ? നന്മ എന്താന്ന് അവര് ഫീൽ ചെയ്യണം. നമ്മളോട് മോശം പ്രവർത്തിച്ച ആളുകളായിക്കോട്ടെ, നമ്മളോട് കുഫർ വെച്ച ആളുകളായിക്കോട്ടെ, ഇവർക്കൊക്കെ നന്മ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അതിനേക്കാളും വലിയ തിരിച്ചറിവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളെ ദ്രോഹിച്ചവർക്ക്, അതുപോലെ നമ്മളെ വിഷമിപ്പിച്ചവര്, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ആളുകൾക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഹിദായത്ത് കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ അവര് നന്നാവുകയായി അല്ലേ? നമ്മളും അവരും അതുപോലെ നന്നാവുന്നതിലൂടെ എന്തായി? നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണത്. അതായത് അവർക്ക് വേണ്ടി നല്ല ദുആ ചെയ്യാ. അപ്പൊ നമ്മുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശാലമാക്കും ല്ലേ? നമ്മള് ദുആ ചെയ്യണം. എപ്പഴും ദുആ ചെയ്യണം എന്താ? റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. നമ്മുടെ പാരന്റ്സിന് വേണ്ടി ദുആ ചെയ്യാ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാ. പാരന്റ്സിന് വേണ്ടി ദുആ എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അപ്പൊ എപ്പഴും നമ്മള് നിരന്തരം എന്നും നമ്മുടെ വായുടെ ഉള്ളിൽ ഇങ്ങനൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. നമ്മള് പ്ലസന്റ് ആയിരിക്കും. എപ്പഴും ഹാപ്പി ആയിരിക്കും. നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റും. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ ക്ലാസ് കേട്ടിട്ടുള്ള എല്ലാവരോടും അള്ളാഹുവിന്റെ എന്താ പറയാ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഒരു സമയം വേറെ പ്രയാസമൊന്നും ഇല്ലാണ്ട് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ട അംഗങ്ങൾക്കും അതുപോലെ പുറത്ത് ഈ ഒരു ക്ലാസ് കേൾക്കാൻ ശ്രവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാർക്കും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ. നമ്മള് എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകള് നല്ല ഹിദായത്തിനെ തരട്ടെ. അതുപോലെ നന്മകൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചും മറ്റുള്ളതും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തുടർന്നുള്ള കോഴ്സുകളെ കുറിച്ചും മറ്റുള്ളത് അറിയാൻ കോർഡിനേറ്റേഴ്സിനെ ബന്ധപ്പെടാവുന്നതാണ്. അൽഹംദുലില്ലാഹ് നാളെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് വരുന്നുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ മാം നൂറ മാമിന്റെ ക്ലാസ് ആണ്. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. വെബിനാർ സെഷന്റെ ലാസ്റ്റ് സെഷൻ ആണ്. അതുപോലെ ഇപ്പോൾ മുസബഖ 2024ന്റെ റിസൾട്ട് അനൗൺസ്മെന്റും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ. ആമീൻ. ബാറക്കല്ലാഹു ഫീക്കും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله الحمد لله. السلام عليكم ورحمة الله وبركاته.